ഇന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യാം. കോഡ് നമ്പർ 264/2020 ആണ് ക്വസ്റ്റ്യൻ കോഡ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് അതിന് സൈഡിൽ അനോട്ട് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വേറൊരു നോട്ട്ബുക്കിൽ അനോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു പ്രത്യേകതയുണ്ട്. സിലബസ് മാറുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബയോകെമിസ്ട്രി, പെത്തോളജി, ഫാർമക്കോളജിയുടെ ഒക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. അത് കണ്ട് പേടിക്കേണ്ട. നമ്മൾ നമ്മുടെ സിലബസും നോട്ട്സും ആയിട്ട് മുൻപോട്ട് പോവാം. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരുന്നുണ്ട്, അതുകൊണ്ട് മാത്രം പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി പെയർസ് ഓഫ് സ്പൈനൽ നെർവ്സ് ആർ പ്രസന്റ്? ഫാക്ച്വൽ ക്വസ്റ്റ്യൻ, 31 പെയർസ്. മഗ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസോർഡർ ഫോളോസ് ഓട്ടോസോമൽ റെസസീവ് ഇൻഹെറിറ്റൻസ്? സോ ഇത് റൂൾ ഔട്ട് ക്വസ്റ്റ്യൻ. നമുക്കിപ്പം ഓട്ടോസോമൽ റെസസീവ് ഏതാ, ഡോമിനൻ്റ് ഏതാണെന്ന് അറിയത്തില്ലെങ്കിൽ പോലും ഇത് എഴുതാൻ പറ്റും. കാരണം എക്കാൻഡ്രോപ്ലേസിയ നമ്മൾ പഠിച്ചതാണ്, ഓട്ടോസോമൽ ഡോമിനൻ്റ് ആണ്. ഹീമോഫീലിയ ഓട്ടോസോമൽ ഡോമിനൻ്റ് ആണ്. ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫെക്റ്റ് ഓട്ടോസോമൽ ഡോമിനൻ്റ് ആണ്. സോ റൂൾ ഔട്ട് ചെയ്താൽ ആൽബിനിസം ഇസ് ഓട്ടോസോമൽ റെസസീവ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സൈനോവിയൽ ജോയിൻറ്റ്? ഈ സൈനോവിയൽ ജോയിൻറ്റിനെ കുറിച്ച് എപ്പോഴും ചോദിക്കുന്നതാണ്, ഓർത്തോടോപ്പിക് ആണ്. സോ നമുക്ക് ടൈപ്സ് ഓഫ് സൈനോവിയൽ ജോയിൻറ്റ് നോക്കാം. സൈനോവിയൽ ജോയിൻറ്റ് ടൈപ്സ്: പ്ലെയിൻ അല്ലെ ഗ്ലൈഡിംഗ് ജോയിൻറ്റ്, പിവറ്റ് അല്ലെ അറ്റ്ലാന്റോ ആക്സിയൽ ജോയിൻറ്റ്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, സാഡിൽ ജോയിൻറ്റ് എന്നും പറഞ്ഞ് നമ്മളത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ അല്ലെ ഗ്ലൈഡിംഗ് ജോയിൻറ്റിന് എക്സാമ്പിൾ അക്രോമിയോ ക്ലാവിക്കുലാർ ജോയിൻറ്റ് അല്ലെ സ്റ്റെർണോ ക്ലാവിക്കുലാർ ജോയിൻറ്റ്. ആൻഡ് നമ്മുടെ ഇന്റർടാർസൽ, ഇന്റർമെറ്റാകാർപ്പൽ ജോയിൻസിനെ, ഇന്റർകാർപ്പൽ ജോയിൻസിനെയാണ് നമ്മൾ പിവറ്റ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. സോറി, പ്ലെയിൻ അല്ലെ ഗ്ലൈഡിംഗ് ജോയിൻറ്റ്. സോ വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ്, നിങ്ങൾ അനോട്ട് ചെയ്ത് വെക്കണേ. വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് പ്ലെയിൻ ഓർ ഗ്ലൈഡിംഗ് ജോയിൻറ്റ്? എഴുത്. അക്രോമിയോ ക്ലാവിക്കുലാർ ജോയിൻറ്റ്, ഇന്റർടാർസൽ ജോയിൻറ്റ്, ഇന്റർകാർപ്പൽ ജോയിൻറ്റ്സ്. ഇത് മൂന്നും പ്ലെയിൻ അല്ലെ ഗ്ലൈഡിംഗ് ജോയിൻറ്റ്. ഇനി 2 എന്നിട്ടിട്ട് എഴുത്. പിവറ്റ് ജോയിൻറ്റ് അല്ലെങ്കിൽ പിവറ്റ് ജോയിൻറ്റ് എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് എഴുതിക്കോ. അറ്റ്ലാന്റോ ആക്സിയൽ ജോയിൻറ്റ്, സുപ്പീരിയർ റേഡിയോ അൾനാർ ജോയിൻറ്റ്. ഇത് രണ്ടും പിവറ്റ് ജോയിൻ്റ് ആണ്. ഇനി മൂന്നാമത്തെ ജോയിൻറ്റ് എഴുതിക്കോ. ഫസ്റ്റ് കാർപ്പോ മെറ്റോകാർപ്പൽ ജോയിൻറ്റ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് കാർപ്പോ മെറ്റോകാർപ്പൽ ജോയിൻറ്റ് ഒരു സാഡിൽ ജോയിൻറ്റ് ആണ്. ഇനി ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് എക്സാമ്പിൾ ഷോൾഡർ, ഹിപ്പ്. ഇതൊക്കെ തന്നെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. സോ ഈ ക്വസ്റ്റ്യനിൽ സ്റ്റെർണോ ക്ലാവിക്കുലാർ ജോയിൻറ്റ് ഇസ് എ പ്ലെയിൻ അല്ലെ ഗ്ലൈഡിംഗ് ജോയിൻറ്റ്, സുപ്പീരിയർ റേഡിയോ അൾനാർ ജോയിൻറ്റ് ഇസ് എ പിവറ്റ് ജോയിൻറ്റ്, calcaneal cuboid or intertarsal joint is also again a plain or gliding joint. Okay, so we can rule out as inferior tibiofibular joint. Then, which of the following nerves carry taste sensation from anterior two-third of the tongue? Factual question, chordae tympani. Active form of glucose involved in glycogen synthesis. Biochemistry question, UDP glucose. Magita. An enzyme composed of both protein and DNA is telomerase. Again, biochemistry question, Magita. Hyperuricemia is not seen in. It is a medicine question. Tumor lysis syndrome has hyperuricemia. Von Gierk's disease also has hyperuricemia. Lesch-Nyhan syndrome also has hyperuricemia. Xanthine oxidase deficiency. നമുക്ക് റൂൾ ഔട്ട് ചെയ്ത് എഴുതാൻ പറ്റും. കാരണം സാന്തൈൻ ഹൈപ്പോസാന്തൈനെ യൂറിക് ആസിഡ് ആയിട്ട് മാറ്റണമെങ്കിൽ സാന്തൈൻ ഓക്സിഡേസ് വേണം. അപ്പോൾ സാന്തൈൻ ഓക്സിഡേസ് ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും യൂറിസീമിയ ഉണ്ടാവത്തില്ല. സോ ഇറ്റ് ഇസ് ദ ആൻസർ. ദെൻ 8th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് എ മിസ് മാച്ച്. ഇത് ബയോകെമിസ്ട്രി ടെസ്റ്റിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. PCR is used for amplification of DNA, which is true. Then southern blotting is used to detect DNA, true. Northern blotting is used to detect RNA, true. And western blotting is used to detect proteins. അതുകൊണ്ടാണ് അവിടെ മിസ്മാച്ച് വന്നത്. Okay, so the answer is that. Hormone concerned with reabsorption of water in the renal tubule is ADH. ADHനെ കുറിച്ച് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൊണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതിക്കൂ സൈഡിൽ. ADH ആക്ട് ഓൺ കളക്റ്റിംഗ് ഡക്ട്. ആൻഡ് ഈ കളക്റ്റിംഗ് ഡക്ട് അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ADH കിഡ്നിയുടെ ഏത് പാർട്ടിലാണ് ആക്ട് ചെയ്യുന്നത്? കളക്റ്റിംഗ് ട്യൂബ്യൂളിലാണ് ADH ആക്ട് ചെയ്യുന്നത്. ഏത് റിസപ്റ്റർ വഴിയാണ് ആക്ട് ചെയ്യുന്നത്? V2 റിസപ്റ്റർ വഴിയാണ് ആക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഫങ്ഷൻ വാട്ടർ റിട്ടൻഷൻ, മെയിൻറ്റെയിൻ ദ ഓസ്മോലാരിറ്റി ആൻഡ് വാസോ കൺസ്ട്രിക്ഷൻ. ഇത് മൂന്നുമാണ് അതിൻ്റെ ഫങ്ഷൻസും പഠിച്ചിരിക്കണം. വാട്ടർ റിട്ടൻഷൻ, വാസോ കൺസ്ട്രിക്ഷൻ
to maintain osmolality. ADH ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഉണ്ടാവും. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് രണ്ട് തരത്തിലുണ്ട്. സെൻട്രൽ ഡയബറ്റിസ് ഇൻസിപ്പിഡസും നെഫ്രോജനിക് ഡയബറ്റിസ് ഇൻസിപ്പിഡസും. Then increased ADH causes syndrome of inappropriate ADH. So syndrome of inappropriate ADH can cause euvolemic hyponatremia. So അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഡ്രഗാണ് ടോൾവാപ്റ്റൺ. ഈ ടോൾവാപ്റ്റൺ എവിടെ ആക്ട് ചെയ്യുന്നത്? V2 റിസപ്റ്റർ. അപ്പം ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ ഇത്രയും അനോട്ട് ചെയ്ത് വെക്കുക. So the answer is ADH. Normal tidal volume, factual question, 500 ml. Normal tidal volume of the lungs. Okay. Hemophilia is caused by the deficiency of which factor? അറിയാലോ, factor 8. ഹീമോഫീലിയ ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടോപ്പിക്കാണ് ഹീമോഫീലിയ, ADH. ഓക്കെ. Gigantism is caused by hypersecretion of which hormone? Gigantism അല്ലെ acromegaly is caused due to growth hormone. Bluish black discoloration of bruise is due to the presence of. either forensic question. Annote ചെയ്യുക. bruise 0 to 1st day ആണിൽ it will be red in color due to hemoglobin. 1 to 3 day ആണ് it will be blue black in color due to deoxyhemoglobin or hemosiderin. 4 to 6 day ആണ് it will be green in color due to biliverdin. 7 to 10 days ആണ് it will be yellow in color due to bilirubin. okay, അതാണ് സിഗ്നിഫിക്കൻസ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബ്ലൂയിഷ് ബ്ലാക്ക് ഡിസ്കളറേഷൻ ഓഫ് ബ്രൂയിസ് ഇസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഹീമോസിഡറിൻ. ഓക്കെ, in 1 to 3 days. Biliverdin gives a green color in 4 to 6 days. ഓക്കെ, ഇതും റിപ്പീറ്റഡ് ആയിട്ട് ബ്രൂയിസിന്റെ കളർ ചോദിക്കുന്നുണ്ട്. 0 to 1st ഡേയിൽ റെഡ് ഇൻ കളർ ഡ്യൂ ടു ഹീമോഗ്ലോബിൻ. 1 to 3 ഡേയിൽ blue black in color due to deoxyhemoglobin or hemosiderin. 4 to 6 ഡേയിൽ green in color due to biliverdin. 7 to 10 ഡേയിൽ yellow in color due to bilirubin. okay, question number 14. The depth of a stab wound usually corresponds with the following dimension of the offending weapon. അപ്പം നമ്മൾ ഒരാളെ സ്റ്റാബ് ചെയ്യുക, ഒരു കത്തി വെച്ച് കുത്തുക. അപ്പം ആ ഡെപ്ത് ഓഫ് ദ വൂണ്ട് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ ലെങ്ത് ഓഫ് ദ ബ്ലേഡ്. അതാണ് ഈ ഫിഗറിൽ കാണിച്ചേക്കുന്നത്. നമ്മൾ എത്ര കുത്തുന്നോ ആ ബ്ലേഡിന്റെ മൊത്തം ലെങ്ത് അകത്ത് കയറുവാകുമ്പോഴേക്ക് നമുക്ക് ആ ഡെപ്ത് ഓഫ് ദ വൂണ്ട് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ലെങ്ത് ഓഫ് ദ ബ്ലേഡ്. ഓക്കെ, ഇനി which of the following snake is having myotoxic venom? Sea snakes are myotoxic. ഓക്കെ, ഇതിലറിയാലോ വൈപ്പർ ഹീമോടോക്സിക് ആണ്, ബാക്കി ന്യൂറോടോക്സിക് ആണ്. സീ സ്നേക്ക് ഈസ് മയോടോക്സിക്. ദെൻ കമ്മിങ് ടു ഇനി ഫോറൻസിക് മെഡിസിൻ ടോപ്പിക്സ് ആണ്. അമാനിത ഫെലോയിഡ്സ് ഇസ് ഓൾസോ നോൺ ആസ് അമാനിത ഫെലോയിഡ്സ് ഡെഡ്ലി മഷ്റൂം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിസ്ട്രോയിങ് ഏഞ്ചൽ. ഓക്കെ, ഇനി the type of hypersensitivity reaction in myasthenia gravis is it is type 2 hypersensitivity reaction. അപ്പോൾ ഹൈപ്പർസെൻസിറ്റിവിറ്റി റിയാക്ഷൻസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. So hypersensitivity reactions are 4 types. Type 1 hypersensitivity reaction, it is IgE mediated and it is mainly seen in bronchial asthma and anaphylaxis. അതുകൊണ്ട് തന്നെയാണ് ബ്രോങ്കിയൽ ആസ്മയിൽ നമ്മൾ IgE മോണോക്ലോണൽ ആൻറ്റിബോഡി ആയ ഒമാലിസുമാബ് കൊടുക്കുന്നത്. ഇനി കമ്മിങ് ടു ടൈപ്പ് 2 hypersensitivity reaction, it is mediated by IgG or IgM complement and it is also known as cytotoxic hypersensitivity. നമ്മൾ ആ മീഡിയേഷൻ പഠിച്ചിരിക്കണം, എക്സാമ്പിൾ പഠിച്ചിരിക്കണം. So the example of type 2 hypersensitivity reactions are ABO incompatibility, RH incompatibility, ABO incompatibility, erythroblastosis fetalis, then myasthenia gravis, Goodpasture syndrome. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ടൈപ്പ് 2 ടൈപ്പ് 3 ഹൈപ്പർസെൻസിറ്റിവിറ്റി നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ, so type 1 hypersensitivity reaction is IgE mediated and examples are bronchial asthma and anaphylaxis. Type 2 hypersensitivity reaction is IgG or IgM complement mediated, which is also known as cytotoxic hypersensitivity reaction. It is due to ABO incompatibility, erythroblastosis fetalis, myasthenia gravis and Goodpasture syndrome are examples of type 2 hypersensitivity reaction. And type 3 hypersensitivity reaction is antigen അല്ലെ antibody mediated ആയിരിക്കും. So the examples are serum sickness, arthritis reaction, SLE, post streptococcal glomerulonephritis.
നമ്മൾ മെയിനായിട്ട് ആലോചിക്കേണ്ടത് നമുക്ക് SLE ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കൽ ഗ്ലോമറുലർ നെഫ്രൈറ്റീസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ അത് രണ്ടും ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനാണ്. സെറം സിക്നസ് ആലോചിക്കേണ്ടതാണ്, ആർത്തിസ് റിയാക്ഷനും ആലോചിക്കേണ്ടതാണ്. സോ ഇറ്റ് ഇസ് ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. ഇനി ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ഇസ് എ സെൽ മീഡിയേറ്റഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. ആ സെൽ മീഡിയേറ്റഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനിൽ 3 സെൽസ് ആണ് ഇൻവോൾവ്. T helper cells 1, T helper cells 7 ആൻഡ് macrophages ആണ് ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനിൽ ഇൻവോൾവ്. So the examples are Montos, contact dermatitis, leprosy, TB granuloma, diabetes mellitus, multiple sclerosis. These all are examples of type 4 hypersensitivity reaction. നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് ടൈപ്പ് 2ഉം ടൈപ്പ് 3ഉം ആണ്. ടൈപ്പ് 2 hypersensitivity reaction is IgG or IgM complement mediated. It is also known as cytotoxic hypersensitivity reaction. Examples are ABO incompatibility, erythroblastosis fetalis, myasthenia gravis, Goodpasture syndrome. Type 3 hypersensitivity reaction is antigen or antibody mediated. The examples are serum sickness, arthritis, SLE, and post-streptococcal glomerulonephritis. Okay. Then coming to 18th question. Causative agent of melioidosis is Burkholderia pseudomallei. ഇത് മൈക്രോബയോളജി ഉണ്ടായിരുന്നപ്പം ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഇത് മെഡിസിനിൽ ഇൻക്ലൂഡ് ചെയ്യാം. സോ വാട്ട് ഈസ് ദ കോസറ്റീവ് ഏജന്റ് ഓഫ് മെലിയോഡോസിസ്? ഇറ്റ് ഈസ് ബർക്കോൾഡേറിയ സ്യൂഡോമാലി. ദെൻ വാട്ട് ഈസ് ദ മെക്കാനിസം ഓഫ് ഡയറക്റ്റ് ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഇൻ ബാക്ടീരിയ? ഇത് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യം പറഞ്ഞുതരാം. ജനറ്റിക് ട്രാൻസ്ഫർ ഓഫ് DNA, genetic transfer of genetic material in bacteria is by 3 methods. So ഇനി പറയാൻ പോകുന്നത് ഏത് ടോപ്പിക്കാണ്? ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ഇൻ ബാക്ടീരിയ ആണ് പറയുന്നത്. So transfer of genetic material in bacteria, it is by transformation, transduction, conjugation. അതിൽ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബൈ ദ അപ്ടേക്ക് ഓഫ് ഫ്രീ DNA. Transduction is by bacteriophage and conjugation is by direct cell to cell contact. So transformation is by the uptake of free DNA, transduction is by bacteriophage and conjugation is by direct cell to cell contact. So the mechanism of direct transfer of free DNA ആണ് ചോദിച്ചിരിക്കുന്നത്. It is by transformation. Okay. Conjugation is by direct cell to cell contact. Transduction is by direct cell to cell contact ആണ്. Cell to cell contact ആണ് conjugation. Transduction is by bacteriophage. Transformation is the direct free transfer of DNA. So the option correct answer is the direct transfer of free DNA in bacteria is by transformation. Which of the following infect hair, skin and nails? അപ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിക്കും, ഇത് ഡെർമറ്റോഫൈറ്റോസിസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്, മെഡിസിനിൽ ഇപ്പോൾ ഇൻക്ലൂഡഡ് ആണ്. സോ ട്രൈ എന്ന് പറയുമ്പോൾ 3 എന്ന് ആലോചിക്കുക. സോ ട്രൈക്കോഫൈറ്റോൺ വിൽ ഇൻവോൾവ് ഓൾ ദ 3 ഹെയർ, സ്കിൻ ആൻഡ് നെയിൽസ്. മൈക്രോസ്പോറം ഡസ് നോട്ട് ഇൻവോൾവ് നെയിൽസ്. ഇനിയും പറയാൻ പോകുന്ന മൈക്രോസ്പോറവും എപ്പിഡെർമോഫൈറ്റണും അതിൻ്റെ തൊട്ടപ്പുറത്ത് വരുന്ന ആൽഫബറ്റ് ഇൻവോൾവ് ചെയ്യത്തില്ല. So microsporum does not affect nails and epidermophyton does not affect hairs. So trichophyton affect all the 3: hair, skin and nails. Red infract is seen in, ഇത് pathology included ആയിരുന്ന topic ആണ്. So red infract is seen in lung. All of the following are germ cell tumors of testis. ഇതൊരു പ്രോബബിൾ ക്വസ്റ്റ്യൻ ആണ്, കാരണം ഇത് സർജറിയിൽ വരുന്നതാണ്. കാർസിനോമ ഓഫ് ദ ടെസ്റ്റിസ്. സോ കാർസിനോമ ഓഫ് ദ ടെസ്റ്റിസിനെ നമുക്ക് germ cell tumor എന്നും സെക്സ് കോഡ് സ്ട്രോമൽ ട്യൂമേഴ്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. അതിൽ germ cell tumors എക്സാമ്പിൾ ആണ് സെമിനോമ, എംബ്രിയോണൽ കാർസിനോമ, എൻഡോഡെർമൽ സൈനസ് ട്യൂമർ അല്ലെ യോക്സാക് ട്യൂമർ, കോറിയോ കാർസിനോമ, ടെറട്ടോമ, ഇതൊക്കെ തന്നെ germ cell ട്യൂമർ ആണ്. പക്ഷേ ലേഡിക് സെൽ ട്യൂമർ അല്ലെ സെർട്ടോളി സെൽ ട്യൂമർ എന്നൊക്കെ പറയുന്നത് സെക്സ് കോഡ് സ്ട്രോമൽ ട്യൂമർ ആണ്. ഓക്കെ, ഇത് വേണമെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാം. സോ ലേഡിക് സെൽ ട്യൂമർ ഓർ സെർട്ടോളി സെൽ ട്യൂമേഴ്സ് ആർ സെക്സ് കോഡ് സ്ട്രോമൽ ട്യൂമേഴ്സ്. ബാക്കി സെമിനോമ, എംബ്രിയോണൽ കാർസിനോമ, യോക്സാക് ഓർ എൻഡോഡെർമൽ സൈനസ് ട്യൂമർ, കോറിയോ കാർസിനോമ, ടെറട്ടോമ, ഇതൊക്കെ തന്നെ germ cell ട്യൂമർ ആണ്.
സാമോമ ബോഡീസ് ആർ നോട്ട് ഫൗണ്ട് ഇൻ ലിയോമയോമയിൽ കാണില്ല. സിറസ് പാപ്പുലറി സിസ്റ്റഡിനോ കാർസിനോമ ഓഫ് ഓവറി, സി എ ഓവറി പഠിപ്പിച്ചതാണ്, അതിൽ സാമോമ ബോഡി പറഞ്ഞു തന്നു. മെനിൻജിയോമ സി എൻ എസ് ട്യൂമർ പഠിപ്പിച്ചതാണ്, അതിലും സാമോമ ബോഡി പറഞ്ഞു തന്നിട്ടുണ്ട്. പാപ്പുലറി കാർസിനോമ തൈറോയിഡ്, സി എ തൈറോയിഡ് പഠിപ്പിച്ചിട്ടുണ്ട്, അതിലും സാമോമ ബോഡി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ റൂൾ ഔട്ട് ചെയ്താലും ലിയോമയോമ എന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി കമ്മിങ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ റിഗാർഡിംഗ് മെറ്റാപ്ലേസിയ. ഇത് പെത്തോളജി ക്വസ്റ്റ്യൻ ആയിട്ടും എടുക്കാം, നമുക്ക് വേണമെങ്കിൽ മെഡിസിൻ ക്വസ്റ്റ്യൻ ആയിട്ടും എടുക്കാൻ പറ്റും. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ റിഗാർഡിംഗ് മെറ്റാപ്ലേസിയ. സോ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അറ്റൻഡ് ചെയ്യുമ്പോൾ ട്രൂ ആണോ ചോദിച്ചിരിക്കുന്നത്, ഫോൾസ് ആണോ ചോദിച്ചിരിക്കുന്നതെന്ന് നമ്മൾ നോക്കണം, എക്സെപ്റ്റ് ആണോ ചോദിച്ചിരിക്കുന്നതെന്ന് നോക്കണം, ഓപ്ഷൻസ് വായിച്ചു നോക്കണം. ഓൾ ആർ ട്രൂ, ബോത്ത്, നണ്ണ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് കുറച്ച് കെയർഫുൾ ആയിട്ട് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മെറ്റാപ്ലേസിയെ കുറിച്ച് ട്രൂ ആയിട്ടുള്ള കാര്യം ഏതാണെന്നാണ്. സോ ട്രൂ അബൌട്ട് മെറ്റാപ്ലേസിയ ഈസ് എക്ടോപിക് റെസ്റ്റ് ഓഫ് നോർമൽ ടിഷ്യൂ. നോ, മെറ്റാപ്ലേസിയ എന്ന് പറഞ്ഞാൽ വൺ അഡൽട്ട് സെൽ ഈസ് റീപ്ലേസ്ഡ് ബൈ അനദർ അഡൽട്ട് സെൽ ഓഫ് ദ സെയിം ജേം സെൽസ്, അതാണ് മെറ്റാപ്ലേസിയ. ഡിസോർഡേർഡ് സെൽ ഗ്രോത്ത് പാറ്റേൺ. നോ, ഇറ്റ് ഈസ് എ നോർമൽ ordered cell growth pattern. It is an irreversible change. No, it is a reversible change. Involves epithelium and mesenchymal tissue. Yes, correct. Metaplasia can involve both epithelial tissue and mesenchymal tissue. എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ ഇൻവോൾവ് ചെയ്താൽ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സ്ക്വാമസ് എപ്പിത്തീലിയൽ മെറ്റാപ്ലേസിയ, കോളംനാർ എപ്പിത്തീലിയൽ മെറ്റാപ്ലേസിയ. അതിൽ സ്ക്വാമസ് എപ്പിത്തീലിയൽ മെറ്റാപ്ലേസിയയുടെ എക്സാമ്പിളാണ് ബ്രോങ്കസ് ഇൻ സ്മോക്കേഴ്സ്, ആൻഡ് കോളംനാർ എപ്പിത്തീലിയൽ സെൽ മെറ്റാപ്ലേസിയയുടെ എക്സാമ്പിളാണ് ബാരറ്റ്സ് ഈസോഫാഗസ്. സോ ബാരറ്റ്സ് ഈസോഫാഗസ് ഇസ് എ കോളംനാർ സെൽ മെറ്റാപ്ലേസിയ. വിച്ച് NSAID among the following is a prodrug? ഇത് ഫാർമക്കോളജിയുടെ ടോപ്പിക്കാണ്. ഇപ്പോൾ ഫാർമക്കോളജി ഇല്ല, ബട്ട് സ്റ്റിൽ മക്കപ്പ് ചെയ്യുക, ചോദിക്കാം. കാരണം അനസ്തേഷ്യയിൽ പെയിൻ മാനേജ്മെൻറ്റ് പറയുന്നത് കൊണ്ട്. സോ നാബുമെറ്റോൺ ഇസ് എ പ്രോഡ്രഗ്. ബാക്കിയെല്ലാം തന്നെ പ്രോഡ്രഗ് അല്ല. നിമസുലൈഡ്, മെലോക്സിക്യാം, കെറ്ററലാക് ആർ നോട്ട് പ്രോഡ്രഗ്സ്. നാബുമെറ്റോൺ ഇസ് എ പ്രോഡ്രഗ്. ഓക്കെ. Monoclonal antibody used for the treatment of bronchial asthma is omalizumab, IgE. ഈ പ്രോഡ്രഗ് ഞാൻ അനസ്തേഷ്യ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. So monoclonal antibody used for the treatment of bronchial asthma is IgE, which is omalizumab. Sulfonylureas used for the treatment of diabetes mellitus having antiplatelet action. ഇവർ ചോദിക്കുന്നത് ഏത് സൾഫണൈൽയൂറിയയ്ക്കാണ് ആൻറ്റിപ്ലേറ്റ്ലെറ്റ് ആക്ഷൻ ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. സോ കമ്മിങ് ടു സൾഫണൈൽയൂറിയ. സൾഫണൈൽയൂറിയ ഇസ് ആൻ ഓറൽ hypoglycemic agent. Mechanism of action is it stimulates the secretion of insulin from beta cells. ബീറ്റാ സെൽസിൽ നിന്ന് ഇൻസുലിൻ്റെ സെക്രീഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സൾഫണൈൽയൂറിയാസിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ ഇൻ ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ്. ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസിൽ സൾഫണൈൽയൂറിയാസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് ഇസ് ഇറ്റ് സെൽഫ് കോസ്ഡ് ഡ്യൂ ടു ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റാ സെൽസ്. ബീറ്റാ സെൽസ് ഇല്ലാത്തത് കൊണ്ട് സൾഫണൈൽയൂറിയാസ് ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസിന് കൊടുക്കാൻ പാടില്ല. പക്ഷേ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ മറ്റേ മോഡിഫൈഡ് ഓൺസെറ്റ് ഓഫ് ഡയബറ്റിസ് ഇൻ യങ് ഇല്ലേ, മോഡി 1 നമുക്ക് സൾഫണൈൽയൂറിയ ഇസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ്. ദെൻ വാട്ട് ആർ ദ സൈഡ് എഫക്റ്റ് ഓഫ് സൾഫണൈൽയൂറിയ? വെയിറ്റ് ഗെയിൻ ഉണ്ടാവും, ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവും, സിൻഡ്രോം ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് ADH ഉണ്ടാവും. സോ ദീസ് ആർ ദ സൈഡ് എഫക്റ്റ്. ഇനി സൾഫണൈൽയൂറിയാസിൻ്റെ എക്സാമ്പിൾ ആണ് ഗ്ലൈബൻക്ലാമൈഡ്, ഗ്ലിപ്പിസൈഡ്, ഗ്ലിമിപ്പറൈഡ്, ഗ്ലിക്ലസൈഡ്. സോ അതിൽ ഗ്ലിക്ലസൈഡിനാണ് ആൻറ്റിപ്ലേറ്റ്ലെറ്റ് ആക്ഷൻ ഉള്ളത്. ഓക്കെ. ഇനിയും which among the following is a noradrenergic and specific serotonergic ആൻറ്റിഡിപ്രസൻറ്റ്? മഗപേയ, മിർട്ടാസപ്പിൻ. ഈ മിർട്ടാസപ്പിൻ ഒരു പ്രത്യേകതയുണ്ട്, ബാക്കി എല്ലാ ആൻറ്റി ഡിപ്രസൻസിനും സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അതിൽ ഈ മിർട്ടാസപ്പിന് സെക്ഷൽ ഡിസ്ഫങ്ഷൻ വരുന്നില്ല, അതുകൊണ്ടാണ് ഈ ഡ്രഗ് ഇമ്പോർട്ടൻ്റ് ആയത്. സോ മിർട്ടാസപ്പിൻ ഈസ് എ ബോത്ത് നോറെപ്പിനെഫ്രിൻ ആൻഡ് serotonergic antidepressant and it has no sexual dysfunction. സോഷ്യോഗ്രാം ഇസ് റിലേറ്റഡ് ടു നമ്മുടെ കമ്മ്യൂണിറ്റി മെഡിസിൻ ക്വസ്റ്റ്യൻ ആണ്. സോഷ്യോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്രൂപ്പായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്യും, എല്ലാവർക്കും അതിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സോഷ്യോഗ്രാം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സീൻ ഇൻ ഗ്രൂപ്പ് ഡിസ്കഷൻ. ഓക്കെ.
The three-tier structure of Panchayati Raj includes all except. ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിപ്പോയി, കാരണം ഒന്നിൽ കൂടുതൽ കറക്റ്റ് ആൻസർ ഉണ്ട്. പക്ഷെ പഞ്ചായത്ത് രാജിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഒരു കേരളൈറ്റ് എന്ന രീതിയിൽ നമ്മൾ താമസിക്കുന്ന പഞ്ചായത്ത്, നമ്മുടെ ബ്ലോക്ക്, നമ്മുടെ ഡിസ്ട്രിക്റ്റ്, നമുക്ക് അതിനെക്കുറിച്ചൊരു അറിവ് വേണം. അതാണ് നമ്മുടെ പഞ്ചായത്തി രാജ് സിസ്റ്റം അല്ലെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത്, ഈ ഗ്രാമപഞ്ചായത്തുകളെല്ലാം കൂടി ബ്ലോക്ക് ആവും. ആ ബ്ലോക്കിന് വേറെ പേരാണ് പഞ്ചായത്ത് സമിതി. ഈ ബ്ലോക്കുകളെല്ലാം കൂടി ചേർന്നൊരു ഡിസ്ട്രിക്റ്റ് ആവും. അതിനെ നമ്മൾ സിലാ പരിഷത്ത് എന്ന് പറയുന്നു. സോ ദിസ് ഇസ് ദ 3-tier സിസ്റ്റം ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. സോ ഇവിടെ നമുക്ക് എല്ലാം ട്രൂ ആണ്, കാരണം പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും 3-tier സിസ്റ്റത്തിലുണ്ട്. പഞ്ചായത്ത് എല്ലാം കൂടി ഒരു ബ്ലോക്ക് ആവും പഞ്ചായത്ത് സമിതി, ബ്ലോക്കുകളെല്ലാം കൂടി ഡിസ്ട്രിക്റ്റ് ആവും സിലാ പരിഷത്ത്. ഇനി ഓൾ ആർ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് WHO റീജിയൻ എക്സെപ്റ്റ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് WHO നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് സോണുകളുണ്ട്. കൂടാതെ ആഫ്രിക്കയും US സെപ്പറേറ്റ്. സോ നമ്മുടെ മനില എന്ന് പറയുന്നത് വെസ്റ്റ് റീജിയൻസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മനിലയിലാണ്. ന്യൂഡൽഹിയിലാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയൻ, സാർക്ക് ഉച്ചകോടി എന്നൊക്കെ കേട്ടിട്ടില്ലേ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ റീജിയൻ്റെ നമ്മുടെ ക്യാപിറ്റൽ വരുന്നത് ന്യൂഡൽഹിയിലാണ്. ഈസ്റ്റ് റീജിയൻസിൻ്റെ ക്യാപിറ്റൽ വരുന്നത് കോപ്പൻഗാമിലാണ്. സോ ഇത്രയുമാണ് നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. പിന്നെ ആഫ്രിക്ക സെപ്പറേറ്റ് ആണ്, കോങ്കോയിലാണ് വരുന്നത്. US വാഷിങ്ടണിലാണ് വരുന്നത്. സോ സൗത്ത് ആഫ്രിക്ക ഹെഡ് ക്വാർട്ടർ അല്ല. ഓക്കെ, സോ ദിസ് ഇസ് ദ ആൻസർ. ഇത് കമ്മ്യൂണിറ്റി മെഡിസിൻ ക്വസ്റ്റ്യൻ ആണ്, GK ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, ഹാൻഡ് വാഷിംഗ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രിക്കറന്റ് ഡിസ്ഇൻഫെക്ഷൻ. നമുക്ക് ഡിസീസ് വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രീ കറണ്ട് ഡിസ്ഇൻഫെക്ഷൻ ആണ് ഹാൻഡ് വാഷിംഗ്. കൺകറന്റ് ഡിസ്ഇൻഫെക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിസ്ഇൻഫെക്ഷൻ ഓഫ് ദ സ്റ്റൂൾസ് ഡ്യൂറിങ് ഫ്ലഡ്സ് അല്ലെങ്കിൽ കോളറ ഔട്ട് ബ്രേക്ക്, ഇതിനെയൊക്കെയാണ് നമ്മൾ കൺകറന്റ് ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഹാൻഡ് വാഷിംഗ് ഈസ് എ പ്രിക്കറന്റ് ഡിസ്ഇൻഫെക്ഷൻ. ഓക്കെ, ഇനിയും അടുത്ത ഓഫ്താൽമോളജി ക്വസ്റ്റ്യൻ നമ്പർ 33. ബ്ലൂ യെല്ലോ കളർ വിഷൻ അനോമലീസ് ആർ ടെസ്റ്റഡ് ബൈ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒമിറ്റ് ചെയ്യാം, കാരണം നമ്മൾ അത്ര പ്രിപ്പയർഡ് അല്ലെങ്കിൽ നമുക്കിത് കൺഫ്യൂഷൻ വരും, അല്ലെങ്കിൽ നമുക്ക് ഗസ് അടിച്ച് എഴുതാം. ഓക്കെ, ബ്ലൂ യെല്ലോ കളർ വിഷൻ അനോമലീസ് ആർ ടെസ്റ്റഡ് ബൈ. എന്തായാലും ഇഷിഹാര ഐസോക്രോമിക് ചാർട്ടില്ല, ബ്ലൂ യെല്ലോ ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല, റെഡ് ഗ്രീൻ ആണ് മെയിനായിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 2 ഉള്ള ഒരു ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇനിയും ഹോം ഗ്രെയിൻ വൂൾസിലും നമുക്ക് ബ്ലൂ യെല്ലോ പറ്റത്തില്ല, റെഡ് ഗ്രീനേ പറ്റത്തുള്ളൂ. അപ്പോൾ 1 ഉള്ള ഓപ്ഷനും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ 1ഉം 2ഉം ഇല്ലാത്ത ഓപ്ഷൻസ്, സോ 1, സോ എലിമിനേഷൻ വഴി 3 and C. ഓക്കെ, ഇങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. എ പേഷ്യൻറ്റ് 34th question. A patient complaining of defective vision and on fundoscopy shows bilateral disc edema. So, defective vision and bilateral disc edema is a feature of papilledema. So, what will you do first? First, we will assess BP. Check the BP. Okay, because hypertension is the most common cause of papilledema. Economic blindness, following which statement is correct? നമുക്ക് ബ്ലൈൻഡ്നെസ്സിൻ്റെ ഡെഫിനേഷൻ ഡിഫറെൻ്റ് ആണ്, ഇക്കോണമിക് ബ്ലൈൻഡ്നെസ്സിൻ്റെ ഡെഫിനേഷൻ ഡിഫറെൻ്റ് ആണ്. ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ വിഷ്വൽ ആക്ടിവിറ്റി ഓഫ് ലെസ് ദാൻ 3/60 ആണ് ബ്ലൈൻഡ്നെസ്. ഇക്കോണമിക് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ 3/60 ടു ലെസ് ദാൻ 6/60 ടു ലെസ് ദാൻ 3/60 ആണ് ഇക്കോണമിക് ബ്ലൈൻഡ്നെസ്. ഓക്കെ, സോ ആൻഡ് അതും വിഷൻ ഇൻ ബെറ്റർ ഐ വിത്ത് ഓൾ ദ പോസിബിൾ കറക്റ്റഡ് മെത്തേഡ്സ്. നമ്മൾ ബെറ്റർ ഐയിലാണ് ബ്ലൈൻഡ്നെസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത്. ഇപ്പോൾ 2 ഐസും ബ്ലൈൻഡ് ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ഐയിൽ ഏറ്റവും പോസിബിൾ കറക്ഷനിൽ എത്രത്തോളം വിഷൻ അവർക്ക് കിട്ടുന്നു അത് വെച്ചാണ് നമ്മൾ ബ്ലൈൻഡ്നെസ് അസസ് ചെയ്യുന്നത്. ഓക്കെ, ഐ ബാങ്കിങ് ഇസ് ദ കളക്ഷൻ, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോർണിയ. ഓക്കെ, കളക്ഷൻ, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോർണിയ. നമ്മൾ ലെസ് ദാൻ 6 hours കോർണിയ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. പെനിട്രേറ്റിംഗ് കെരറ്റോപ്ലാസ്റ്റി വെച്ച് കോർണിയ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഐ ബാങ്കിങ്ങിൻ്റെ ഡെഫിനിഷൻ ഇസ് കളക്ഷൻ, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോർണിയ. Then, Waters' view of paranasal sinus is occipital-mental view. ഓക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പാരാനീസൽ സൈനസൈറ്റിസിലൊക്കെ എക്സ്റേ എടുക്കണമെങ്കിൽ പാരാനീസൽ സൈനസിൻ്റെ വാട്ടേഴ്സ് വ്യൂ എന്നാണ് നമ്മൾ എഴുതുന്നത്. സോ വാട്ടേഴ്സ് വ്യൂ ഇസ് ആൻ ഓക്സിപിറ്റൽ
mental view. Which is the odd one? Odd one ഏതാണ്? Submucous resection is associated with deviated nasal septum, nasal structure, and rocoanal polyp is also a nose structure. Osteomeatal complex is also a nose structure. So Killian's dehiscence is the odd one. It is in pharynx. ഈ കില്ലിയൻസ് ഡെഹിസൻസിലാണ് നമ്മുടെ സെങ്കേഴ്സ് ഡൈവർട്ടിക്കുലം വരുന്നത്. ബിറ്റ്വീൻ തൈറോഫാരിഞ്ചസ് ആൻഡ് ക്രിക്കോഫാരിഞ്ചസ് ദ പേഷ്യൻറ്റ് വിൽ പ്രസൻറ്റ് വിത്ത് ഡിസ്ഫാജി ആൻഡ് ഹാലിറ്റോസിസ് ആൻഡ് ദ ട്രീറ്റ്മെൻറ്റ് വിൽ ബി ക്രിക്കോഫാരിഞ്ചിയോമയോട്ടമി. ക്രിക്കോഫാരിഞ്ചിയോമയോട്ടമി. സോ സെങ്കേഴ്സ് ഡൈവർട്ടിക്കുലവും ചോദിച്ചതാണ്. ഇനി ഒബ്ജക്റ്റീവ് ടിനിറ്റസ് സീൻ ഇൻ. ഒബ്ജക്റ്റീവ് ടിനിറ്റസ് എന്ന് പറഞ്ഞാൽ ദ ടിനിറ്റസ് ക്യാൻ ബി ഹേർഡ് ബോത്ത് ബൈ ദ പേഷ്യൻ്റ് ആൻഡ് ദ ഒബ്സർവർ. അതാണ് ഒബ്ജക്റ്റീവ് ടിനിറ്റസ് എന്ന് വെച്ചാൽ ആ പേഷ്യൻറ്റിനെ കാണുമ്പോൾ എനിക്കും ആ ടിനിറ്റസ് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഒബ്ജക്റ്റീവ് ടിനിറ്റസ്. സബ്ജക്റ്റീവ് ടിനിറ്റസ് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റ് മാത്രമേ കേൾക്കത്തുള്ളൂ. സോ സബ്ജക്റ്റീവ് ടിനിറ്റസിന് എക്സാമ്പിളാണ് അമിനോഗ്ലൈക്കോസൈഡ് ടോക്സിസിറ്റി, അക്യൂസ്റ്റിക് ട്രോമ, ഓട്ടോസ്ക്ലിറോസിസ്. പാലറ്റൽ മയോക്ലോണസിൽ tinnitus is objective, which can be heard both by the patient and examiner. So answer to objective tinnitus is seen is എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ പാലറ്റൽ മയോക്ലോണസ് ആണ്. ക്ലിനിക്കൽ ട്രയൽസ് ടു ഡയഗ്നോസ് ക്വിൻസി ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് നോക്കണം. ഓൾ എക്സെപ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ടിക്കും ക്രോസും ഇട്ട് പോയാൽ എളുപ്പം ഉണ്ടാവും. സോ ക്വിൻസി, ട്രിസ്മസ് അല്ലെ പെയിൻഫുൾ ജോ ഓപ്പണിംഗ് കറക്റ്റാണ്. ടെൻഡർ ജുഗുലോ ഡൈഗാസ്ട്രിക് നോട്ട് കറക്റ്റാണ്. ഇഡിമ ഓഫ് ദ സോഫ്റ്റ് പാലറ്റ് കറക്റ്റാണ്. ഹാലിറ്റോസിസ് കാണത്തില്ല. ഇറ്റ് ഇസ് സെയിൻ ഇൻ സെങ്കേഴ്സ് ഡൈവർട്ടിക്കുലം. സോ ദ ആൻസർ ഈസ് ബി. സോ കമ്മിങ് ടു ക്വിൻസി അല്ലെ പെരിടോൺസിലാർ ആപ്സസ്. അപ്പം ക്വിൻസി അല്ലെ പെരിടോൺസിലാർ ആപ്സസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ആപ്സസ് സീൻ ബിറ്റ്വീൻ ദ ക്യാപ്സ്യൂൾ ഓഫ് ദ ടോൺസിൽ ആൻഡ് സുപ്പീരിയർ കൺസ്ട്രിക്ടർ മസിൽ. ദ പേഷ്യൻറ്റ് വിൽ പ്രസൻറ്റ് വിത്ത് ട്രിസ്മസ്, ഹോട്ട് പൊട്ടറ്റോ സ്പീച്ച് അല്ലെങ്കിൽ muffled speech. Uvula will be deviated to the opposite side and there will be edema of the soft palate. അപ്പം ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടാവും ക്വിൻസി അല്ലെ പെരിടോൺസിലാർ ആപ്സസിൽ. Then what are the complications of quinsy? There will be parapharyngeal abscess, airway obstruction, septicemia, internal jugular vein thrombosis. Okay, parapharyngeal abscess, airway obstruction, septicemia, internal jugular vein thrombosis. Then the treatment is by I&D, IV antibiotics such as penicillin or metronidazole, analgesics, hydration, then tonsillectomy. Then the investigations are USG or CT scan to know whether there is deep infection or not. So, coming to question number 41. Investigation done in Plummer-Vinson syndrome include all except. ഇതും all except എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Plummer-Vinson syndrome എന്താണെന്ന് അറിഞ്ഞിരിക്കണം. It is a triad consisting of dysphagia, iron deficiency, anemia and glossitis or angular stomatitis. അപ്പം 3 ഫീച്ചേഴ്സ് ആണ് പ്ലമ്മർ-വിൽസൺ സിൻഡ്രത്തിൽ ഉണ്ടാകുന്ന ഡിസ്ഫേജിയ. അതുകൊണ്ട് തന്നെ നമുക്ക് എൻഡോസ്കോപ്പി അല്ലെ വീഡിയോ ഫ്ലൂറോസ്കോപ്പി ഒക്കെ ചെയ്യാൻ പറ്റും. അയൺ ഡെഫിഷ്യൻസി, അനീമിയ, അതുകൊണ്ട് സെറം ഫെററ്റിനും പെരിഫറൽ ബ്ലഡ് സ്മിയറും ഒക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഗ്ലോസൈറ്റീസ് അല്ലെങ്കിൽ ആംഗുലാർ സ്റ്റൊമറ്റൈറ്റീസ്. അതുമല്ല ഈ പ്ലമ്മർ-വിൽസൺ സിൻഡ്രത്തിലാണ് വെബ് ഫോർമേഷൻ ഇൻ ഈസോഫാഗസ്. ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും വെബ് ഫോർമേഷൻ ഇൻ ഈസോഫാഗസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി പ്ലമ്മർ-വിൽസൺ സിൻഡ്രോം. The complication of Plummer-Wilson syndrome is post-cricoid carcinoma അല്ലെങ്കിൽ squamous cell carcinoma. So post-cricoid carcinoma is seen in Plummer-Wilson syndrome. Okay. സോ നമുക്ക് സെറം ഫെറിറ്റിനും പെരിഫറൽ സ്മിയറും അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടോ എന്ന് നോക്കാം. വീഡിയോ ഫ്ലൂറോസ്കോപ്പി നമുക്ക് ഡിസ്ഫേജിയ അല്ലെങ്കിൽ വെബോൺ ഈസോഫാഗസ് ഉണ്ടോ എന്ന് നോക്കാം. ബോൺ മാരോ ചെയ്യേണ്ട കാര്യമില്ല. സോ ബോൺ മാരോ ഇസ് ദ റോങ് ഓപ്ഷൻ. കമ്മിങ് ടു പൈറക്സിയ ഓഫ് അൺനോൺ ഒറിജിൻ. ഈ പൈറക്സിയ ഓഫ് അൺനോൺ ഒറിജിൻ്റെ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണപ്പെടുന്നുണ്ട് പൈറക്സിയ ഓഫ് അൺനോൺ ഒറിജിൻ. സോ പൈറക്സിയ ഓഫ് അൺനോൺ ഒറിജിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 38.3 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഓൺ അറ്റ്ലീസ്റ്റ് 2 ഒക്കേഷൻ. 2 ഒക്കേഷനിലും ഫീവറിൻ്റെ ടെമ്പറേച്ചർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 38.3 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അതുമല്ല ഇൽനെസ്സിൻ്റെ ഡ്യൂറേഷൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 3 വീക്സ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടും നമുക്ക് ക്ലിനിക്കൽ എക്സാമിനേഷനും ഹിസ്റ്ററിയും
ടെസ്റ്റും ലാബ് ഇൻവെസ്റ്റിഗേഷനും ഒക്കെ ചെയ്തിട്ട് ഒരു ഡയഗ്നോസിസ് അൺസർട്ടൺ ആണെങ്കിൽ അതിനെയും പൈറക്സി ഓഫ് അൺനോൺ ഒറിജിൻ എന്നാണ് പറയുന്നത്. മെയിൻലി immunocompromised states ഒന്നും കാണാൻ പാടില്ല. So these are the definition of pyrexia of unknown origin, in which the fever should be greater than 38.3 degrees centigrade on at least 2 occasions. Illness duration should be greater than or equal to 3 weeks. No non-immunocompromised state. Diagnosis remain uncertain after a thorough history taking, physical examination, and investigation. So all the above are correct answers. And a Raynaud's phenomenon is seen in hemolytic uremic syndrome associated with the use of which of the following drug? Hemolytic uremic syndrome important ആണ്. അതിൽ നമുക്ക് റെയ്നോട്സ് ഫിനോമിനൻ ഒരു ഡ്രഗ് കൊടുക്കുമ്പോൾ കാണാൻ പറ്റും. ഏത് ഡ്രഗാണത്? ബ്ലിയോമൈസിൻ. ഓക്കെ, മെയിൻ ആയിട്ടും ബ്ലിയോമൈസിൻ്റെ കോംപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിക്കാനാണ് ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത്. സോ ബ്ലിയോമൈസിൻ ഇസ് ആൻ ആൻറ്റി ക്യാൻസറസ് ഡ്രഗ്. ഇറ്റ് ആക്ട് ഓൺ G2 phase of the cell cycle. ഏത് ഫേസിലാണ് ആക്ട് ചെയ്യുന്നത്? G2 phase of the cell cycle. What are the side effects of bleomycin? They will have pulmonary toxicity and skin toxicity. So breathlessness and blisters എന്ന് ആലോചിക്കുക. They will have pulmonary B for BVB, triple B. Bleomycin, breathlessness, blisters അല്ലെങ്കിൽ bleomycin causes pulmonary toxicity and skin toxicity. Okay. Then coming to question number 44, seizures അല്ലെ epilepsy in medicine topic ആണ്. MRI finding of mesial temporal lobe epilepsy syndrome includes. In mesial temporal lobe epilepsy, they will have small temporal lobe, enlarged temporal horn, and small hippocampus with increased signal on T2 weighted sequence. ഇത് മൂന്നും true ആണ്. So the most coming to mesial temporal epilepsy. Mesial temporal lobe epilepsy. അപ്പം ഇതിൽ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ ഫോക്കൽ എപ്പിലെപ്സി ഇൻ അഡൽട്ടിൽ കാണപ്പെടുന്ന മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഫോക്കൽ എപ്പിലെപ്സി ആണ് മീസിയൽ ടെമ്പറൽ ലോബ് എപ്പിലെപ്സി. ദേജാവു ഇസ് പ്രസന്റ് ഇൻ മീസിയൽ ടെമ്പറൽ ലോബ് എപ്പിലെപ്സി. ഓൾഫാക്ടറി അല്ലെങ്കിൽ ജസ്റ്റേറ്ററി ഹാലുസിനേഷൻ ഇസ് ഓൾസോ പ്രസന്റ് ഇൻ മീസിയൽ ടെമ്പറൽ ലോബ് എപ്പിലെപ്സി. സോ mesial temporal lobe epilepsy is the most common focal epilepsy in adult. Deja vu is present in mesial temporal lobe epilepsy. Then olfactory or gustatory hallucination is also present in mesial temporal lobe epilepsy. Then which of the following is not included in the classification criteria of newly presenting patient with symptoms of rheumatoid arthritis? Okay. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് റുമറ്റോയിഡ് ആർത്രൈറ്റീസ്. ഈ റുമറ്റോയിഡ് ആർത്രൈറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയയിൽ ഏത് പോയിന്റ് ആണ് ഇൻവോൾവ് അല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. സോ ക്രൈറ്റീരിയ ഫോർ റുമറ്റോയിഡ് ആർത്രൈറ്റീസ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ഫസ്റ്റ് വൺ ജോയിന്റ് ഇൻവോൾവ്മെന്റ്, സെക്കൻഡ് വൺ സീറോളജി, തേർഡ് വൺ അക്യൂട്ട് ഫേസ് റിയാക്ടൻ, ഫോർത്ത് വൺ ഡ്യൂറേഷൻ ഓഫ് ദ സിൻഡ്രോം. സോ ഇത് നാലുമാണ് നമ്മുടെ റുമറ്റോയിഡ് ആർത്രൈറ്റീസിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ജോയിന്റ് ഇൻവോൾവ്മെന്റ്, സെറോളജി, acute phase reactant, duration of the symptoms. So what are the criteria for assessing rheumatoid arthritis in a newly detected patient? Joint involvement. ഏത് ജോയിന്റ് ആണ് ഇൻവോൾവ് ചെയ്തത്? സെറോളജി, എൻ എ പോസിറ്റീവ് ആണോ, ആർ എഫ് പോസിറ്റീവ് ആണോ, എൻ എ നെഗറ്റീവ് ആണോ, ആർ എഫ് നെഗറ്റീവ് ആണോ നോക്കുന്ന സെറോളജി. അക്യൂട്ട് ഫേസ് റിയാക്റ്റൻസ് പ്രസന്റ് ആണോ അല്ലയോ, ഡ്യൂറേഷൻ ഓഫ് ദ സിംറ്റംസ്. ഇത്രയുമാണ് നമ്മുടെ റുമറ്റോയിഡ് ആർത്രൈറ്റീസിൻ്റെ ക്രൈറ്റീരിയ. സോ എക്സ്റേ ഓഫ് ദ ജോയിൻറ്റ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ്. ജോയിൻറ്റ് ഇൻവോൾവ്മെൻ്റ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. സോ കമ്മിങ് ടു റുമറ്റോയിഡ് ആർത്രൈറ്റീസ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. റുമറ്റോയിഡ് ആർത്രൈറ്റീസ് ഇസ് എ ക്രോണിക് സിസ്റ്റമിക് ഓട്ടോ ഇമ്മ്യൂൺ ഇൻഫ്ലമേറ്ററി ഡിസീസ്. So rheumatoid arthritis is a chronic systemic autoimmune inflammatory disease and synovial joints are mostly affected. The causes, the genetic factors causing rheumatoid arthritis are HLA, DR4 or DR1. Rheumatoid factor is present in rheumatoid arthritis. ഈ rheumatoid factor എന്ന് പറയുന്നത് it is an IgM, antibody against FC of IgG. ഓക്കെ, ഇത് നീറ്റ് പി ജിയിൽ ചോദിച്ചിട്ടുണ്ട് rheumatoid factor എന്താണ്. So it is an IgM against FC of IgG. Okay. Anti-CCP antibody is the most specific
antibody in rheumatoid arthritis. In rheumatoid arthritis, the patient will have symmetric polyarthritis. Distal interphalangeal joints will be spared. So DIP is spared. The patient will present with morning stiffness, ulnar deviation, Swanneck deformity, button ear deformity, thumb deformity, and there will be rheumatoid nodules. And in pathology, the involved molecules are tumor necrosis factor alpha, interleukin 1, and interleukin 6. Okay. ഇനി Felty syndrome is associated with rheumatoid arthritis, splenomegaly and neutropenia. ഇത്രയും ഇതുണ്ടെങ്കിൽ it is Felty syndrome. എങ്ങനെ ആലോചിക്കാൻ പറ്റും? ഫോൾ ഫോർ രസ്ന എന്ന് ആലോചിക്കുക. എഫ് എന്ന് പറയുമ്പോൾ ഫെൽറ്റീസ്, രസ്ന എന്ന് പറയുമ്പോൾ റൊമറ്റോയിഡ് ആർത്രൈറ്റീസ്, എസ് എന്ന് പറയുമ്പോൾ സ്പ്ലീനോമെഗാലി, എന്ന് പറയുമ്പോൾ ന്യൂട്രോപീനിയ. സോ Felty syndrome is associated with rheumatoid arthritis, splenomegaly and neutropenia. Kaplan syndrome is associated rheumatoid arthritis plus pneumoconiosis plus lung nodule. ഇതിനെയാണ് Kaplan syndrome എന്ന് പറയുന്നത്. So Felty syndrome, there will be rheumatoid arthritis, splenomegaly, neutropenia, fall for Risna. Then Kaplan syndrome is associated with rheumatoid arthritis, pneumoconiosis and lung nodule. In investigation, there will be increased ESR, increased CCP, anti-CCP antibody. Then there will be increased CRP, rheumatoid factor, that is IgM, against the FC fragment of IgG will be positive, anti-CCP antibody is positive. Then the complication of rheumatoid arthritis, the main complication is atlantoaxial dislocation and renal involvement. So the main complications are atlantoaxial subluxation. Then the main treatment is disease modifying agents of rheumatic disease. Methotrexate is the drug of choice. We can also use leflunomide and hydroxychloroquine. നമ്മൾ പറഞ്ഞല്ലോ ട്യൂമർ നെക്രോസിസ് ഫാക്ടർ ആൽഫ, ഇന്റർലൂക്കിൻ 1, ഇന്റർലൂക്കിൻ 6 ഇൻവോൾവ് ആയിട്ടുണ്ട്. അതുകൂടെ തന്നെ JAK2 ഇൻഹിബിറ്റേഴ്സും യൂസ് ചെയ്യാം. സോ ദ JAK2 ഇൻഹിബിറ്റർ യൂസ്ഡ് ഇൻ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് ഇസ് ടെഫാസിറ്റനിബ്. അപ്പോൾ ഇത് ഏതൊക്കെയോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. സോ ദ JAK2 ഇൻഹിബിറ്റർ യൂസ്ഡ് ഇൻ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് ഇസ് ടെഫാസിറ്റനിബ്. ഓക്കെ, നോട്ട്സിലും കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ മെഡിസിൻ നോട്ട്സിലും. ഓക്കെ, ഇനി കമ്മിങ് ടു thyroid acropathy is strong. Question number 46. Thyroid acropathy is strongly associated with all of the following except thyroid acropathy is seen in Graves' disease, in which it has an association with thyroid ophthalmopathy and pretibial myxedema. So ഒഫ്താൽമോപ്പതിയും പ്രീറ്റിബിയൽ മിക്സിഡമയാണ് നമ്മുടെ തൈറോയിഡ് ആക്രോപ്പതി എന്ന് പറയുന്നത്. സോ പെരിയോർബിറ്റൽ എഡിമ ഇസ് എ തൈറോയിഡ് ഒഫ്താൽമോപ്പതി, കൺജങ്ക്റ്റീവൽ ഇൻജെക്ഷൻ ഇസ് എ തൈറോയിഡൽ ഒഫ്താൽമോപ്പതി, പ്രീറ്റിബിയൽ മിക്സിഡിമ. സോ ദ ഓഡ് വൺ ഔട്ട് ഈസ് മൈക്രോസൈറ്റിക് അനീമിയ. Then മോഡി 1 is due to the genetic mutation in the following gene. ഇത് ഞാൻ നോട്ട്സിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, മോഡി പഠിക്കുക. സോ മോഡി 1 is due to genetic mutation in the following gene. മോഡിയെ നമ്മൾ 3 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, മോഡി 1, മോഡി 2, മോഡി 3. അതിൽ മോഡി 1 എന്ന് പറയുന്നത് മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റിക്സ് ഓഫ് യങ് എന്നാണ് നമ്മുടെ മോഡി എന്ന് പറയുന്നത്. മോഡി 1 is due to HNF4 alpha gene mutation. മോഡി 2 is due to glucokinase deficiency. Modi 3 is due to HNF1 alpha. So here the correct answer is HNF4 alpha. JAK inhibitor used in the treatment of rheumatoid arthritis. തൊട്ട് മുന്നത്തെ നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ നോട്ട്സിലും കൊടുത്തിട്ടുണ്ട്. It is ടെഫാസിറ്റനിബ്. Then coming to the commonest cause of nephrotic syndrome in childhood is minimal change disease. നീറ്റ് പി ജിയിൽ കുറേ തവണ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്, നമ്മുടെ കേരള പീസിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ദ കോമണസ്റ്റ് കോസ് ഓഫ് നെഫ്രോട്ടിക് സിൻഡ്രോം ഇൻ ചൈൽഡ്ഹുഡ് ഈസ് minimal change disease. മെൽഡ് സ്കോറിംഗ് സിസ്റ്റം യൂസസ് ഓൾ ഓഫ് ദ ഫോളോയിങ് വേരിയബിൾസ് എക്സെപ്റ്റ്, ഇതും ഞാൻ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. മെൽഡ് സ്കോർ ഇസ് യൂസ്ഡ് ടു അസസ് ദ ഷോർട്ട് ടേം മോർട്ടാലിറ്റി റിസ്ക് ഓഫ് പേഷ്യൻസ് വിത്ത് ക്രോണിക് ലിവർ ഡിസീസ്. മെൽഡ് സ്കോർ ഇൻവോൾവ്സ് CBI, ആൽക്കഹോൾ കുടിച്ചാൽ CBI വരും എന്ന് ആലോചിക്കുക. സോ C ഫോർ ക്രിയാറ്റിനിൻ, B ഫോർ ബിലിറൂബിൻ, I ഫോർ INR. ഇത്രയും ഫാക്ടേഴ്സ് ആണ് മെൽഡ് സ്കോർ അസസ് ചെയ്യുന്നത്. സോ ദ ഓഡ് വൺ ഔട്ട് ഈസ് ആൽബുമിൻ. ഓക്കെ, ഇനി കമ്മിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് CNS ടോപ്പിക്കാണ്, നമ്മുടെ ഗിലിയൻ ബാരി സിൻഡ്രോം ടോപ്പിക്കാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Anti-GQ1B antibodies are strongly associated with.
ഗില്ലിയൻ ബാരി സിൻഡ്രോം അല്ലെങ്കിൽ ഗില്ലിയൻ ബാരി സിൻഡ്രത്തിന്റെ വേരിയന്റ് ആയ മില്ലർ ഫിഷർ സിൻഡ്രോം. സോ കമ്മിങ് ടു മില്ലർ ഫിഷർ സിൻഡ്രോം. മില്ലർ ഫിഷർ സിൻഡ്രോം എന്ന് പറയുന്നത് ഗില്ലിയൻ ബാരി സിൻഡ്രത്തിന്റെ ഒരു വേരിയന്റ് ആണ്. ദ പേഷ്യന്റ് വിൽ പ്രസന്റ് വിത്ത് എ ട്രയാഡ് ഓഫ് ഒഫ്താൽമോപ്ലേജിയ, അറ്റാക്സിയ ആൻഡ് എറിഫ്ലെക്സിയ. ഇത് മൂന്നുമായിട്ട് പേഷ്യന്റ് പ്രസന്റ് ചെയ്യും. ആൻഡ് ഇറ്റ് ക്യാൻ കോസ് ഡ്യൂ ടു പോസ്റ്റ് ഇൻഫെക്ഷ്യസ് etiology such as Campylobacter jejuni. Then it is a demyelinating autoimmune demyelinating neuropathy. Then in investigation CSF എടുക്കുമ്പോൾ albuminocytogenic dissociation കാണപ്പെടും. എവിടെ? നമ്മുടെ ഗില്ലിയൻ ബാരി സിൻഡ്രോം അല്ലെങ്കിൽ മില്ലർ ഫിഷർ സിൻഡ്രത്തിൽ. Then anti-GQ1B antibodies will be present. Treatment of Miller-Fisher syndrome or Guillain-Barré syndrome is IVIG, plasmapheresis. Steroid has no role here in Miller-Fisher syndrome. Okay. Next question 52. The imaging investigation of choice for the diagnosis of diffuse axonal injury. Diffuse axonal injury is CT normal ആയിരിക്കും. So the investigation of choice is MRI. So coming to diffuse axonal injury. ഡിഫ്യൂസ് ആക്സോണൽ ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡീസിലറേഷൻ ഫോഴ്സസ് വഴിയാണ് നമുക്ക് ഡിഫ്യൂസ് ആക്സോണൽ ഇഞ്ചുറി ഉണ്ടാവുന്നത്. ഗ്രേ വൈറ്റ് മാറ്റർ ജംഗ്ഷനിലാണ് മോസ്റ്റ് കോമൺ സൈറ്റ് എന്ന് പറയുന്നത്. ദ പേഷ്യൻറ്റ് വിൽ പ്രസന്റ് വിത്ത് ഇമ്മീഡിയറ്റ് അൺകോൺഷ്യസ്നെസ്, പ്രൊലോങ്ഡ് കോമ, ഡീസെറിബ്രേറ്റ് അല്ലെ ഡീകോർട്ടിക്കേറ്റ് പോസ്റ്റർ. പക്ഷേ സി ടി സ്കാൻ എടുക്കുമ്പോൾ പേഷ്യൻ്റ് സി ടി സ്കാൻ നോർമൽ ആയിരിക്കും. പക്ഷേ MRI ഇസ് ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ്. പെത്തോളജിയിൽ നമുക്ക് ആക്സോൺ റിട്രാക്ഷൻ ബോൾസ് കാണാൻ പറ്റും. എവിടെ? ഡിഫ്യൂസ് ആക്സോണൽ ഇഞ്ചുറിയിൽ. ട്രീറ്റ്മെൻറ്റ് ഇസ് ടു ട്രീറ്റ് ഇൻ ICU. ഓക്കെ. ദെൻ കമ്മിങ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഇൻകറക്റ്റ്. ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എബൌട്ട് ഫൈബ്രോമസ്കുലർ ഡിസ്പ്ലേസിയ. ഈ ഫൈബ്രോമസ്കുലർ ഡിസ്പ്ലേസിയ എന്ന് പറയുന്നത് നോൺ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള റീനൽ ആർട്ടറി സ്റ്റിനോസിസ് ആണ് ഫൈബ്രോമസ്കുലർ dysplasia. So it typically occurs in young women. It is true. Most common cause of non-atheromatous renal artery stenosis. True. The proximal third of renal artery is the site generally involved. False. Distal. It shows string of beads sign on angiography. It is true. So the false statement is C. So coming to fibromuscular dysplasia, it is a type of renal artery stenosis. It is the non-atherosclerotic, non-inflammatory renal artery stenosis, mainly affect medium-sized arteries, causing stenosis, aneurysm and occlusion of medium-sized artery. It is the most common cause of renovascular cause of hypertension in young, that too in young women. Females are mostly affected than males. The site are renal artery, carotid artery and vertebral artery. So the types are കുറച്ച് ടൈപ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മീഡിയൽ ഫൈബ്രോപ്ലേസിയ ആണ്, ഇൻ വിച്ച് ദർ വിൽ ബി സ്ട്രിങ് ഓഫ് ബീഡ്സ് അപ്പിയറൻസ്. പെത്തോളജിയിൽ ദർ വിൽ ബി ഓൾട്ടർനേറ്റിംഗ് സ്റ്റെനോട്ടിക് ആൻഡ് അന്യൂറിസ്മൽ സെഗ്മെന്റ്സ്. Then in clinical features, the patient will present with secondary hypertension, vertebral or carotid aneurysm, mesenteric complaints such as postprandial pain. Then extremity arteries will have limb ischemia. So the investigation, the first investigation is duplex ultrasound. Second investigation is CT or MR angiography. Okay. Fibromuscular dysplasia investigation of choice angiography ആണ്. So in angiography there will be string on beads appearance. The treatment is percutaneous transluminal angioplasty. Okay. ഇതാണ് ഫൈബ്രോമസ്കുലർ ഡിസ്പ്ലേസിയ. ദ മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് സൈൻ ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ഓൺ മാമോഗ്രഫിക് ഇമേജസ് എന്ന് വെച്ചാൽ എക്സ്റേയിൽ ഒരു മാലിഗ്നന്റ് ലീഷൻ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഒത്തിരി മൈക്രോ കാൽസിഫിക്കേഷൻസ് കാണും, സ്പിക്കുലേറ്റഡ് മാർജിൻസ് കാണും. ഇതൊക്കെയാണ് മാലിഗ്നന്റ് ആയിട്ടുള്ള എക്സ്റേയുടെ ഇത്. ട്രാൻട്രാക്ക് കാൽസിഫിക്കേഷൻ ഇല്ല. പോപ്കോൺ പാറ്റേൺ ഓഫ് കാൽസിഫിക്കേഷൻ ഈസ് സീൻ ഇൻ ഫൈബ്രോ അഡിനോമ. മാക്രോ കാൽസിഫിക്കേഷൻ അല്ല, മൈക്രോ കാൽസിഫിക്കേഷൻ ആണ് കാണപ്പെടുന്നത്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 55. Regarding imaging of multiple myeloma lesions, which of the following statements are correct? Okay. Skull radiograph shows punched out lesions. Correct. Characteristically involved pedicle of vertebrae. No. Mandible is more commonly involved in myeloma than in metastasis. No. Adamantinomalana mandible more commonly involved. Skeletal survey is better investigation than scintilography to visualize lesions in multiple myeloma. It is true. So option 1 and 4 are true.
സോ കമ്മിങ് ടു മൾട്ടിപ്പിൾ മൈലോമ. മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്നത് പ്ലാസ്മ സെൽസിന്റെ മാലിഗ്നന്റ് പ്രോലിഫറേഷനാണ് നമ്മൾ മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്നത്. എം പ്രോട്ടീൻ, മൾട്ടിപ്പിൾ മൈലോമ ഫോർ എം പ്രോട്ടീൻ, എം എന്ന് ആലോചിക്കുക. ഇൻ മൾട്ടിപ്പിൾ മൈലോമ എം പ്രോട്ടീൻ ഈസ് സീൻ ഡ്യൂ ടു ഓസ്റ്റിയോലൈറ്റിക് ബോണ്ട് ലീഷൻസ്. എം പ്രോട്ടീൻ കാണപ്പെടുന്നു. ഈ എം പ്രോട്ടീൻ കാരണം ഓസ്റ്റിയോലൈറ്റിക് ബോണ്ട് ലീഷൻസും റീനൽ ഇഞ്ചുറീസും ഉണ്ടാവുന്നുണ്ട്. സോ ദ റിസ്ക് ഫാക്ടേഴ്സ് ആർ ഗ്രേറ്റർ ദാൻ 65 years. It mainly affects the male and it has scrap features. So the scrap features are seen in multiple myeloma, in which there will be an increased calcium level which lead to osteolysis. R for renal failure, A for anemia, B for bone pain or lytic lesion. So what are the scrap features? There will be increased calcium which causes osteolysis. R for renal failure, A for anemia, B for bone pain അല്ലെങ്കിൽ lytic lesions. Then in X-ray of the skull, there will be punched out lytic lesions. Okay, there will be punched out lytic lesions. So in renal system, there will be amyloid deposit, mainly AL amyloid. AL amyloid will be deposited in renal system. It's an important previous year question of Kerala PC itself. There will be recurrent infections due to decreased immunoglobulin levels, and there will be hyperviscosity due to increased plasma levels. So the investigation is serum electrophoresis, in which you will see an M spike. So investigations are very important and multiple myeloma. There will be M spike in serum electrophoresis. In urine, there will be Bence-Jones protein, and there will be serum free light chain assay should be done. Bone marrow, there will be greater than 10% of the plasma cells in skeletal survey or MRI for lytic lesions. Beta-2 microglobulin is a best prognostic factor. Treatment is by bortezomib, lenalidomide, autologous stem cell transplant. ഇതൊക്കെ ഞാൻ മെഡിസിൻ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, then coming to question number 56. On CT scan image, typical lesions of hepatocellular carcinoma show peak contrast enhancement. ഏതൊരു ട്യൂമർ ആണെങ്കിലും ആ ട്യൂമറിന് ഇൻക്രീസ്ഡ് ബ്ലഡ് സപ്ലൈ ഉണ്ടാവും. സോ ഇൻക്രീസ്ഡ് ബ്ലഡ് സപ്ലൈ അല്ലെ ആർട്ടീരിയൽ ഫേസിൽ അവർക്ക് എൻഹാൻസ്ഡ് കോൺട്രാസ്റ്റ് കാണപ്പെടും. സിമ്പിൾ റേഡിയോളജി ആണിത്. സോ ഇറ്റ് ഈസ് ഡ്യൂ ടു ഹെപ്പാറ്റിക് arterial phase due to hypervascularity of the tumor. Okay. Then coming to 57. What percentage of the nerve trunk damage is required to clinically manifest with the feature of nerve damage? Pure factual question. It is 30%. Okay. Then what is the CDC recommended regimen of acute proctitis include? ഈ സി ഡി സി റെജിമൻ ആണ് ചോദിക്കുന്നത്. ഇപ്പം സി ഡി സി റെജിമൻ ചോദിക്കാൻ സാധ്യത കുറവാണ്. ഇപ്പം സിൻഡ്രോമിക് മാനേജ്മെന്റ് ഓഫ് സെക്ച്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസേ ചോദിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. സി ഡി സി റെക്കമെൻഡേഷൻ ഓഫ് അക്യൂട്ട് പ്രോക്ടൈറ്റിസ് വാസ് എഫിക്സി 500 mg in single dose plus doxycycline 100 mg BD for 7 days. പക്ഷേ ഇപ്പം നമ്മൾ ആലോചിക്കേണ്ടത് പുതിയൊരു കിറ്റ് സിൻഡ്രോമിക് മാനേജ്മെന്റ് ഓഫ് സെക്ച്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസിൽ ആഡ് ചെയ്തു. അത് കിറ്റ് 8 ആണ്. ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ. സോ കിറ്റ് 8 ആണ്. കിറ്റ് 8ന്റെ കളറ് ബ്രൗൺ കിറ്റ് ആണ്. സോ they will present with rectal discharge, and the treatment is by cefixime 800 mg stat plus doxycycline 100 mg BD for 7 days. ഇതാണ് ട്രീറ്റ്മെൻറ്റ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കിറ്റും ട്രീറ്റ്മെൻറ്റും ഇതാണ്. കിറ്റ് 8 brown color for anorectal discharge. The medicine includes cefixime 800 mg stat plus doxycycline 100 mg BD for 7 days. Okay, coming to which of the following is not a potential side effect of IVIG? IVIG എന്ന് പറഞ്ഞാൽ intravenous immunoglobulin. Okay, intravenous immunoglobulin ആണ് IVIG. So not a potential side effect. Bone marrow suppression. IVIG ഒരിക്കലും ബോൺ മാരോ സപ്രഷൻ സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, പക്ഷേ അസെപ്റ്റിക് മെനിഞ്ചൈറ്റിസ് ഉണ്ടാവാം, ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഉണ്ടാവാം, പൾമണറി എംബോളിയ ഉണ്ടാവാം IVIG വഴി, പക്ഷേ ഇറ്റ് വോണ്ട് കോസസ് ബോൺ മാരോ സപ്രഷൻ. Then coming to 60th question. Aeroperkin bodies are seen in.
നമ്മൾ മഗപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷേ ഇത് ഡെർമറ്റോളജി ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് മഗപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ ഏറാവ് Perkin bodies are seen in androgenetic alopecia and normal hair cycle. So the option is 1 and 2. Then coming to 61, question number 61. A patient sustained an injury to the oral cavity as a result of road traffic accident. On examination, there was a lacerated wound of 5 into 2 centimeter over the inner aspect of the cheek. Which type of needle should be ideally used to suture a wound? Surgery question. So the needle used for oral cavity is compound curvature needle. So there will be compound curvature needle is used for നമ്മുടെ oral cavity. Question number 62, pure fact based question ആണ്. Question number 62, a 30-year-old female diagnosed to have thymoma underwent thymectomy. It was reported as stage 3 of Masoka thymoma staging system. What does stage 3 of this staging means? ഇത് thymoma staging system ആണ്. സോ ഇത് നമ്മൾ thymoma എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കണം. മെഡിസിൻ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ദ സ്റ്റേജ് 3 വിൽ ഇൻഡിക്കേറ്റ് മാക്രോസ്കോപ്പിക് ഇൻവേഷൻ ടു അതർ ഓർഗൻസ്, നെയ്ബറിംഗ് ഓർഗൻസ്. അതാണ് തൈമോമയുടെ സ്റ്റേജ് 3. Coming to question number 63. A 28-year-old male who was on treatment for acid peptic disease underwent a follow-up esophagogastroduodenostomy. During the procedure, an iatrogenic perforation occurred around the cervical esophagus. The best management. ഇത് ഈസോഫാഗിയൽ ഇഞ്ചുറി ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇയാട്രോജനിക് ഹിസോഫാഗിയൽ എന്ന് വെച്ചാൽ ഒരു എൻഡോസ്കോപ്പ് വഴി ഉണ്ടായ പെർഫറേഷൻ ആണ്. അതുകൊണ്ട് ദിസ് ഇസ് ആൻ ഇയാട്രോജനിക് ഈസോഫാഗിയൽ ഇഞ്ചുറി. പേഷ്യൻ്റ് സ്റ്റേബിൾ ആണെങ്കിൽ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് വഴി ചെയ്താൽ മതി. വേറൊരു സിൻഡ്രോം ഉണ്ട്, ബൊറേവിയസ് സിൻഡ്രോം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ എമർജൻസി ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. കാരണം ഇവിടെ നമ്മൾ എമർജൻസി ആയിട്ട് ഇൻ്റർവെൻഷൻ ചെയ്യണം. സോ ദിസ് ഇസ് ബൊറേവിയസ് esophageal injury. It is due to recurrent forceful bout of vomiting കാരണം വരുന്നതാണ് ബൊറേവിയസ് സിൻഡ്രോം. അതൊരു എമർജൻസി ആണ്. ഇമ്മീഡിയറ്റ്ലി നമ്മൾ പെർഫറേഷൻ ക്ലോസ് ചെയ്യുകയും ഈസോഫാഗിയൽ സ്റ്റെൻറ്റിങ് ചെയ്യുകയൊക്കെ വേണം. സോ ദിസ് ഇസ് ആൻ ഇയാട്രോജനിക് ഈസോഫാഗിയൽ ഇഞ്ചുറി. സോ മാനേജ് ദ പേഷ്യൻറ്റ് കൺസർവേറ്റീവ്ലി. Then coming to question number 64. 68-year-old hypertensive ആണ് diabetic male was bedridden following a CVA. He developed a pressure source after 2 months. Which is the most frequent site? അപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, നമ്മുടെ പ്രഷർ സോഴ്സിന് വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ബോണി പ്രോമിനൻസ് ആണ്. ബോണി പ്രോമിനൻസിൽ തന്നെ ഏറ്റവും മോസ്റ്റ് കോമൺ പോയിന്റ് സേക്രമാണ്, പിന്നെ ഗ്രേറ്റർ ട്യൂബറോസിറ്റി, പിന്നെ ഇഷ്യം. ഓക്കെ, ട്യൂബറോസിറ്റി പിന്നെ ഇഷ്യം. ഈ ക്വസ്റ്റ്യനിൽ എവിടെ വേണേലും അവർക്ക് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് ഈ ഓപ്ഷൻസ് മുഴുവനും കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആക്കി. അതുപോലെ തന്നെ ബെഡ് സോറിൻ്റെ സ്റ്റേജിങ് ഞാൻ സർജറിയിൽ കൊടുത്തിട്ടുണ്ട്. ബെഡ് സോറിൻ്റെ സ്റ്റേജിങ് നോക്കണം. അതിൽ സ്റ്റേജ് 3 ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ദർ വിൽ ബി ഫുൾ തിക്നെസ് സ്കിൻ ലോസ് വിത്ത് ഡ്യൂ ടു സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ലോസ്. ഓക്കെ, സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ലോസും ഫുൾ തിക്നെസ് സ്കിൻ ലോസും വരുന്ന ബെഡ് സോറിൻ്റെ സ്റ്റേജിങ് ഇൻ സ്റ്റേജ് 3. ഓക്കെ, കമ്മിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 65. എ 19-year-old male ആണ് presented to the emergency department with history of low-grade fever, right lower quadrant pain, nausea, vomiting, anorexia, Alvarado scoring of acute appendicitis. ഫാക്ടേഴ്സ് ആണ് ഈ പറയുന്നത്. ഓൺ പാൽപേഷനിൽ ഡീപ്പ് ടെൻഡർനെസ് ആണ് പ്രസൻറ്റ് ഓൺ ദ loin. Abdominal rigidity was absent and even on deep palpation, but rigidity to quadratus lemporum was present. ബാക്കിൽ പക്ഷേ റിജിഡിറ്റി ഉണ്ട്. ദ ക്ലിനിക്കൽ ഡയഗ്നോസിസ് ഓഫ് അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ്. ഇത് ഏത് ടൈപ്പ് ഓഫ് അപ്പൻഡിസൈറ്റിസ് എന്നാണ് ചോദിക്കുന്നത്. ഇതിപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത്, അപ്പൻഡിസൈറ്റിസ് പല ടൈപ്പ് ഉണ്ട്. നമ്മൾ ഹൗസ് സർജൻസിയിൽ റിട്രോസിക്കൽ അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്ന കേസസ് കണ്ടിട്ടുണ്ടാവും. സോ പാൽപേഷനിൽ ഡീപ്പ് ടെൻഡർനെസ് ലോയിനിൽ പ്രസൻ്റ് ആയിരിക്കും. ലോയിൻ ഏറിയയിൽ, റൈറ്റ് ഇലിയാക് ഫോസൈൽ അല്ല, ഡീപ്പ് ടെൻഡർനെസ് ഓൺ ലോയിൻ ഏറിയ കോസസ് പെയിൻ ആൻഡ് ദർ ഈസ് റിജിഡിറ്റി ടു ക്വാഡ്രാറ്റസ് ലെമ്പോറം. അതെല്ലാം ബാക്കിലാണ്. സോ ഇറ്റ് ഇസ് റിട്രോസീക്കൽ അപ്പൻഡിസൈറ്റിസ്. ഓക്കെ, ഇനിയും അടുത്തത് ഓർത്തോ ക്വസ്റ്റ്യൻ ആണ്. ഒരു കോളം തന്നെ ഞാൻ നോട്ട്സിൽ തന്നിട്ടുണ്ട്, ഇത് പഠിക്കണം.
Megalgia paresthetica is due to the affection of lateral cutaneous nerve of the thigh. ഞാൻ ഓർത്തോ നോട്ടിൽ നെർവ് ഇഞ്ചുറി ഫ്രാക്ചർ എന്നും പറഞ്ഞൊരു പേജ് തന്നിട്ടുണ്ട്. ആ പേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിക്കണം. എല്ലാ ഫ്രാക്ചറിൻ്റെ നെർവ് ഇഞ്ചുറി പഠിക്കണം. അതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ടുള്ള 2 ലോസ്, സെൻസറി ലോസസ് ആണ് ചിറാൾജിയ പരസ്തെറ്റിക്കായും മെറാൾജിയ പരസ്തെറ്റിക്കായും. അതിൽ ചിറാൾജിയ പരസ്തെറ്റിക്ക ഇസ് സീൻ ഡ്യൂ ടു ഇൻവോൾവ്മെന്റ് ഓഫ് സൂപ്പർഫിഷ്യൽ ബ്രാഞ്ച് ഓഫ് റേഡിയൽ നെർവ്, അതും ഞാൻ നോട്ടി കൊടുത്തിട്ടുണ്ട്. മെറാൾജിയ പരസ്തെറ്റിക്ക is to the affection of lateral cutaneous nerve of thigh. Okay. The most common site of origin of adamantinoma. So adamantinoma പഠിക്കണം. So what is adamantinoma? It is a malignant bone tumor. ഇപ്പോഴത്തെ സിലബസിലില്ല, പക്ഷെ പഴയ സിലബസിലുണ്ടായിരുന്നു. Adamantinoma is a malignant bone tumor. It is a tumor of epithelial cells. The most common long bone to be involved is tibia. Then mandible can also be involved. So mandible involve ചെയ്തിരിക്കുന്നത് adamantinoma. So the most common site of origin of adamantinoma is also mandible near the molar teeth. Okay, ഈ ഓപ്ഷനിൽ overall most common tibia തന്നെയാണ്. Then question number 62. MIC2 mutation is associated with Ewing sarcoma. Okay, ഇതൊരു ഓർത്തോ ക്വസ്റ്റൻ ആണ്. So MIC2 mutation is associated with 2 diseases, peanut disease and Ewing sarcoma. Peanut neuroendocrine tumors-ലും Ewing sarcoma-യിലും ആണ്. ഇനി ടൈപ്പ് 4 റാങ്ക്സ് ഇഞ്ചുറി ഇൻക്ലൂഡ് പെരിക്കോൺട്രിയൽ റിംഗ് ഇഞ്ചുറി. ഇപ്പോൾ റാങ്ക്സ് ഇഞ്ചുറി ചോദിക്കാനില്ല, ഇപ്പോൾ ചോദിക്കുന്നത് സോൾട്ടർ ആൻഡ് ഹാരിസ് ക്ലാസിഫിക്കേഷൻ ഓഫ് എപ്പിഫൈസൽ ഇഞ്ചുറി ആണ്. സോൾട്ടർ ആൻഡ് ഹാരിസ് ക്ലാസിഫിക്കേഷൻ ഓഫ് എപ്പിഫൈസൽ ഇഞ്ചുറി നമ്മൾ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് സോൾട്ടറിന് തന്നെയാണ് അതിൻ്റെ നിമോണിക്ക് വരുന്നത്. സോ നമ്മൾ സോൾട്ടറിന് എഴുതുക, എക്സാമിന് ചോദിച്ചാൽ SALTE ഒന്നായിട്ട് എഴുതുക, 6 എന്ന് എഴുതുക. പിന്നെ നമ്മൾ 1 2 3 4 5 എന്ന് എഴുതുക. അതിൽ ഫസ്റ്റ് വൺ സ്ലിപ്പ് അല്ലെങ്കിൽ സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ചർ ലൈൻ ഈസ് ഓൺലി ത്രൂ എപ്പിഫൈസിയൽ പ്ലേറ്റ് ആണെങ്കിൽ അത് ഫസ്റ്റ് ആണ്. ടൈപ്പ് 1 സോൾട്ടർ ഇഞ്ചുറി ആണ്. ടൈപ്പ് 2 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് away from joint. away from joint it involves above, സോറി എ എന്ന് പറഞ്ഞ എബവ് എന്ന് പറഞ്ഞാൽ ഫൈസിസും ഒരു ബോണ്, നോക്ക് ഇതാണ് ഒരു ബോണ് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈസിസ്, ഇതാണ് നമ്മുടെ മെറ്റാഫൈസിസ്, ഇതാണ് നമ്മുടെ എപ്പിഫൈസിസ്. ഓക്കെ, എബവ് എന്ന് പറയുമ്പം സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ, ഫൈസിസും മെറ്റാഫൈസിസ് ഇൻവോൾവ് ആണെങ്കിൽ അത് ടൈപ്പ് 2 ആണ്, എബവ്. പിന്നെ ടൈപ്പ് 3 വരുമ്പം ലോവർ, ഫൈസിസും എപ്പിഫൈസിസും ഇൻജേർഡ് ആണെങ്കിൽ അത് ടൈപ്പ് 3 ആവും. ഓക്കെ, അതിൽ ഈ ടൈപ്പ് 2വിൻ്റെ വേറൊരു പേരാണ് തേഴ്സ്റ്റൺ ഹോളൻ സെഗ്മെൻറ്റ്. ഇത് പഠിച്ചിരിക്കണം, ഇത് നീറ്റിന് ഒത്തിരിയും തവണ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് PSC എക്സ്പെക്റ്റ് ചെയ്യാം. തേഴ്സ്റ്റൺ ഹോളൻ സൈൻ ഈസ് സീൻ ഇൻ ടൈപ്പ് 2 എപ്പിഫൈസിയൽ ഇഞ്ചുറി. ടൈപ്പ് 3ൽ ഫൈസിസും എപ്പിഫൈസിസും ഇൻവോൾവ് ആണ്. ടൈപ്പ് 4 ത്രൂ എവറിത്തിങ് എന്ന് ആലോചിക്കുക, എപ്പിഫൈസിസും ഫൈസിസും മെറ്റാഫൈസിസും ഇൻജേർഡ് ആയിരിക്കും. ടൈപ്പ് 5 എന്ന് പറഞ്ഞാൽ റാംഡ് അല്ലെ ക്രഷ് ഇഞ്ചുറി ഓഫ് ദ ഗ്രോത്ത് പ്ലേറ്റിനെയാണ് ടൈപ്പ് 4 ഇഞ്ചുറി എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ സോൾട്ടർ ഹാരിസൺ ക്ലാസിഫിക്കേഷൻ ഓഫ് എപ്പിഫൈസിയൽ ഇഞ്ചുറി. ഒരു പ്രോബബിൾ ക്വസ്റ്റ്യൻ ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ കമ്മിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 70. ഇത് PMR ക്വസ്റ്റ്യൻ ആണ്, ഇതൊരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അറിയത്തില്ലെങ്കിൽ, കാരണം PMR കേരള PSCയിൽ അധികം ആർക്കും അറിയാൻ സാധ്യതയില്ല, കാരണം നമ്മൾ ആരും PMR പഠിക്കാത്തതുകൊണ്ട്. ഓക്കെ, PG ബ്രാഞ്ച് ആയതുകൊണ്ട്. സോ ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കിങ്ങ് സ്കിപ്പ് ചെയ്യുക. നോട്ട്സിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുക, കാരണം നെഗറ്റീവ് മാർക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ അറ്റൻഡ് ചെയ്ത് നെഗറ്റീവ് ആക്കാൻ നിൽക്കേണ്ട. ഓക്കെ, PMR ക്വസ്റ്റ്യൻസ് ആർക്കും അറിയത്തുണ്ടാവില്ല, സോ നമുക്ക് ധൈര്യമായിട്ട് ലീവ് ചെയ്യാം. സോ എ ചൈൽഡ് വിത്ത് സെറിബ്രൽ പാൾസി, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ തരാം, കാരണം ഒരു തവണ ക്വസ്റ്റ്യൻ ചോദിച്ചതായതുകൊണ്ട് പിന്നെയും ചോദിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് പറഞ്ഞുതരാം. ചൈൽഡ് വിത്ത് സെറിബ്രൽ പാൾസി, ഒരു കുഞ്ഞ്, സെറിബ്രൽ പാൾസി ഉള്ളൊരു കുഞ്ഞ് വന്നപ്പം നമ്മൾ ആ കുഞ്ഞിനെ അസസ് ചെയ്തപ്പോൾ നമുക്ക് എന്തൊക്കെ ഫൈൻഡിങ് കിട്ടി? 1, ഹി വർക്ക് വിത്ത് അസിസ്റ്റീവ് മൊബിലിറ്റി ഡിവൈസസ് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർസ് ഓൺ ലെവൽ സർഫസ്. അവർക്ക് ആ കുഞ്ഞിന് വെളിയിലും പുറത്തും ലെവൽ സർഫസിൽ നടക്കാൻ പറ്റും അസിസ്റ്റീവ് ഡിവൈസസ് വെച്ചിട്ട്. ഹി ഈസ് ഏബിൾ ടു ക്ലൈംബ് സ്റ്റെയർസ് യൂസിങ് റെയിലിംഗ് ഉപയോഗിച്ച് ആ കുട്ടി മേളി സ്റ്റെപ്പ് കയറുന്നുണ്ട്. 3, മേ പ്രൊപ്പൽ എ മാനുവൽ വീൽ ചെയർ ആൻഡ് നീഡ് അസിസ്റ്റൻസ് ഫോർ ലോങ് ഡിസ്റ്റൻസ് അൺഈവൻ സർഫസ്. എന്ന് വെച്ചാൽ ആ കുട്ടി തനിയെ
വീൽ ചെയർ തള്ളിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ അൺഈവൻ സർഫസ് ആകുമ്പോൾ കുറച്ചുകൂടെ എഫേർട്ട് വേണമല്ലോ, അത് പറ്റുന്നില്ല. സോ ഇത് നമ്മൾ പറയുന്നത് നമുക്കൊരു പ്രത്യേക ക്ലാസിഫിക്കേഷൻ ഉണ്ട് സെറിബ്രൽ പാൾസി കുഞ്ഞുങ്ങളുടെ ഇമ്പയർമെൻറ്റ് അസസ് ചെയ്യാൻ വേണ്ടി. അതാണ് GMFSCS ലെവൽ. അതിനകത്ത് ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് ലെവൽ 3-യിലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലെവൽസിനെ ഒരു ഇമ്പയർമെൻറ്റ് പെർസെൻറ്റേജ് ബാൻഡിലോട്ട് തിരിക്കുന്നുണ്ട്. 1ഉം 2ഉം ലെവൽസ് 50% ഉള്ളൂ. 3 ലെവൽ വരുമ്പം 51-70% ഓഫ് ഇമ്പയർമെൻ്റ് ഉണ്ട്. ഇത് ഇമ്പയർമെൻറ്റ് ബാൻഡാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ അനോട്ട് ചെയ്യണേ. ഇത് ഇമ്പയർമെൻറ്റ് ബാൻഡാണ് കൊടുത്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ആ കുഞ്ഞ് ലെവൽ 3 GMFSC ക്ലാസിഫിക്കേഷനിലാണ്. സോ ദ ഇമ്പയർമെൻറ്റ് ബാൻഡ് ഈസ് ബിറ്റ്വീൻ 51-70%. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 51-70% ആണ്. സോ 4 ആണെങ്കിൽ, 4ഉം 5ഉം ഒക്കെ ആണെങ്കിൽ അത് 71-100%. അപ്പോൾ 3 ഉള്ളൂ കുറച്ച് മോഡറേറ്റ് ആയിട്ട് നിൽക്കുന്നത്. സോ ദ ചൈൽഡ് വിൽ ബി ഇൻ 51-70% ഇമ്പയർമെൻറ്റ് ബാൻഡ്. ഓക്കെ, അതാണ് ഈ ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഇനി എ പേഴ്സൺ വിത്ത് ഹെഡ് ഇഞ്ചുറി ഷോസ് കോൾ ഡയറക്റ്റഡ് ബിഹേവിയർ വിത്ത് അസിസ്റ്റൻസ്, inconsistent orientation to time and place, retention span and recent memory are impaired. He consistently follows simple direction. Which stage of Franco Los Amigos staging does he belong to? Confused, appropriate, മഗപ്പയ്യ. നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഗ്ലാസ്ഗോ കോമ സ്കെയിലാണ്. ഓക്കെ, ഗ്ലാസ്ഗോ കോമ സ്കെയിൽ പഠിക്കുക. ദെൻ കമ്മിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 72. ഇത് PMR ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരാൻ പോകുന്നത്. കുറച്ച് ടഫ് ആയിരിക്കും, പക്ഷെ ഞാൻ നോട്ടിൽ തന്നിട്ടുണ്ട് കുറച്ചൊക്കെ. സ്റ്റേറ്റ്മെന്റ് 1. Therapeutic ultrawaves of higher frequency 3 MHz is used for superficial tissues. കറക്റ്റ് ആണ്. ഫിസിയോതെറാപ്പി ഓഫ് സൂപ്പർഫിഷ്യൽ ടിഷ്യൂസിന് തെറാപ്പറ്റിക് അൾട്രാസൗണ്ട് വേവ്സ് ഓഫ് ഹയർ ഫ്രീക്വൻസി 3 Hz യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ അല്ലെ? കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 2. Penetration of ultrasound is directly proportional to frequency. ഇത് false ആണ്. So it is indirectly proportional to frequency penetration of ultrasound. So the therapeutic ultrasound waves എങ്ങനെ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോഡ് ഓഫ് മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏത് പ്രിൻസിപ്പിളിലാണ് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ പീസോ ഇലക്ട്രിക് ഇഫക്റ്റ് ഇൻ വിച്ച് ദ മെക്കാനിക്കൽ സൗണ്ട് വേവ്സ് കോസസ് ഡീപ് ടിഷ്യൂ ഹീറ്റിംഗ് ആൻഡ് മൈക്രോ മസാജ്. അതാണ് നമ്മുടെ അൾട്രാസൗണ്ട് വേവ്സ്, ഹൈ ഫ്രീക്വൻസി തെറാപ്പറ്റിക് അൾട്രാസൗണ്ട് വേവ്സിൻ്റെ പ്രിൻസിപ്പിൾ പീസോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണ്, വിച്ച് കോസസ് മെക്കാനിക്കൽ സൗണ്ട് വേവ്സ് ആൻഡ് വിച്ച് പെനിട്രേറ്റ് ദ ഡീപ് ടിഷ്യൂ കോസിങ് ഹീറ്റിംഗ് ആൻഡ് മൈക്രോ മസാജ്. ഇതാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഓൺലി കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 73. A unilateral amputee of 60 years is a potential limited community ambulator and has the ability for ambulation and transverse environmental barriers such as curbs, stairs or even uneven surface. What is the K level? PMR question. K level assess ചെയ്യാനാണ്. ഇവിടെ ഒരു കാല് മുറിച്ചു മാറ്റിയ 60 വയസ്സുള്ള ഒരു അപ്പൂപ്പൻ. അയാൾ കമ്മ്യൂണിറ്റി ആംബുലേറ്റർ ആണ്. അതുമല്ല ക്രബ്സ്, സ്റ്റെപ്പ്, അൺഈവൻ സർഫസ് ഒക്കെ മൂവ് ചെയ്യാൻ അയാൾക്ക് കഴിയുന്നുണ്ട്. സോ അയാളുടെ K ലെവൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷെ പഠിച്ചിരുന്നാൽ ഇനിയും ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. സോ K ലെവൽസ് ഓഫ് മെഡിക്കെയർ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്നാണ് ഇതിനറിയപ്പെടുന്നത്. K0 എന്ന് പറഞ്ഞാൽ നോ എബിലിറ്റി ടു ആംബുലേറ്റ്, നമ്മൾ എന്തൊക്കെ ചെയ്താലും പുള്ളി നടക്കത്തില്ല. K1 എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു ആംബുലേറ്റ് ഓൺ ലെവൽ സർഫസ്, അവർക്ക് വീടിനകത്ത് നടക്കാൻ കഴിയും, അതാണ് K1 അല്ലെ ഹൗസ് ഹോൾഡ് ആംബുലേറ്റർ എന്ന് പറയും. K2 എന്ന് പറഞ്ഞാൽ അൺഈവൻ സർഫസിൽ പോലും നടക്കാൻ കഴിയുന്നവരാണ് K2. നമ്മുടെ ഈ ക്വസ്റ്റ്യനിലെ അച്ഛന് അൺഈവൻ സർഫസിൽ നടക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് K2. ഓക്കെ. K3 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രോസസ്സസ് കൊടുത്താൽ അയാൾക്ക് നോർമലായിട്ടുള്ള ഈ നമ്മുടെ കമ്മ്യൂണിറ്റി ആംബുലേറ്ററിനേക്കാളും ഒരു സ്റ്റെപ്പ് മുന്നേ അവർക്ക് സഞ്ചരിക്കാൻ പറ്റുമെങ്കിൽ ദേ ക്യാൻ ഡു ആക്ടിവിറ്റി ബിയോണ്ട് ദ ലോക്കോമേഷൻ ഡിമാൻഡ് ആണെങ്കിൽ അത് K3. K4 എന്ന് പറഞ്ഞാൽ അവർക്ക് ആ പ്രോസസ്സസ് കൊണ്ട് ഈവൻ അത്ലറ്റിക് പ്രോഗ്രാംസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഈസ് K4 സ്കെയിൽ. സോ നമ്മുടെ ഈ അപ്പൂപ്പൻ അൺഈവൻ സർഫസിൽ നടക്കുന്നുണ്ട്. ഹി ഈസ് ഓൺ K2 സ്കെയിൽ. ഓക്കെ, ഇത് അനോട്ട് ചെയ്തെടുക്കണേ നിങ്ങൾ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 74. വിച്ച് ഈസ് നോട്ട് എ കമ്പോണൻറ്റ് ഓഫ് ഇൻട്രാ ഓപ്പറേറ്റീവ് റേഡിയേഷൻ തെറാപ്പി? സോ ഇൻട്രാ ഓപ്പറേറ്റീവ് റേഡിയേഷൻ തെറാപ്പിയിൽ
നമുക്ക് കുറച്ച് കമ്പോണൻസ് ഉണ്ട്, നമ്മുടെ സോഴ്സ്, നമ്മുടെ ഡിസ്റ്റൻസ്, അതൊക്കെ ഉണ്ട്. സോ നമുക്ക് ഇൻട്രാ ഓപ്പറേറ്റീവ് ഇലക്ട്രോൺ റേഡിയേഷൻ തെറാപ്പി ഉണ്ട്, ട്രൂ ആണ്. ഹൈ ഡോസ് റേറ്റ് റേഡിയേഷൻ തെറാപ്പി ഉണ്ട്, അതുപോലെ ക്യോട്ടോ യൂണിവേഴ്സിറ്റി റേഡിയോ തെറാപ്പി ഉണ്ട്. പ്രോട്ടോൺ റേഡിയോ തെറാപ്പി ഇല്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ കമ്പോണൻറ്റ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 75. വിച്ച് ഈസ് എ സെക്കൻഡ് ജനറേഷൻ ആൽക്കൈലേറ്റിംഗ് ഏജന്റ്? ഇത് നമ്മുടെ ഫാർമക്കോളജി ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. മഗപ്പേയ്, ടെമോസോളോമൈഡ്. ഓക്കെ. റീസ് എൽസ്വർത്ത് ക്ലാസിഫിക്കേഷൻ ഇസ് യൂസ്ഡ് ഫോർ റെറ്റിനോബ്ലാസ്റ്റോമയിൽ ഞാൻ എഴുതി തന്നിട്ടുണ്ട്. റീസ് എൽസ്വർത്ത് ക്ലാസിഫിക്കേഷൻ ഇസ് ദ ഓൾഡർ ക്ലാസിഫിക്കേഷൻ ഓഫ് റെറ്റിനോബ്ലാസ്റ്റോമ. The location of gastroesophageal junction can be accurately defined histologically as squamocolumnar junction. ഞാൻ പറഞ്ഞല്ലോ മെറ്റാപ്ലേസിയ സംഭവിക്കുന്നിടം squamocolumnar junction. Okay. Then coming to question number 78. Patients with long-standing severe reflux has how much risk of developing adenocarcinoma of esophagus? Purely factual question, 44-fold than normal. അതും അടുത്തതും പ്യൂർലി ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ ഓക്സിഡേറ്റീവ് ക്രോമസോം P450 എൻസൈം ദാറ്റ് കോസ് ഓക്സിഡേറ്റീവ് മെറ്റബോളിസം ഓഫ് വോളറ്റൈൽ അനസ്തെറ്റിക് ഏജന്റ് എക്സെപ്റ്റ് CYP3A4. ഓക്കെ. ഫാക്ച്വൽ ക്വസ്റ്റ്യൻ മഗപ്പേയ. ഓക്കെ. ബാക്കി എല്ലാം നമ്മുടെ വോളറ്റൈൽ അനസ്തെറ്റിക് ഏജൻസിനെ മെറ്റബോളൈസ് ചെയ്യും, പക്ഷേ CYP3A4 പറ്റത്തില്ല. ഓക്കെ. അല്ലെങ്കിൽ വേറൊരു ഇതിൽ മാലിഗ്നന്റ് ഹൈപ്പർതെർമിയയിൽ ഇത് ഡെഫിഷ്യൻ്റ് ആണ്. ഓക്കെ. അത് വെച്ച് നമുക്കിത് എഴുതാൻ പറ്റും, CYP3A4. ഓക്കെ. മാലിഗ്നന്റ് ഹൈപ്പർതെർമിയയിൽ ഞാനിത് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ അത് വെച്ച് നമുക്കിത് എഴുതാൻ പറ്റും. CYP3A4 ഉള്ള പേഷ്യൻസിന് വോളറ്റൈൽ ആയിട്ടുള്ള അനസ്തെറ്റിക് ഏജന്റിന്റെ മെറ്റബോളിസം പറ്റത്തില്ല, അല്ലെ ഓക്സിഡേഷൻ പറ്റത്തില്ല. ഓക്കെ. ആൻഡ് ദേ വിൽ കോസ് malignant hyperthermia. Example halothane, sevoflurane, desflurane. Okay. അല്ലെങ്കിൽ നമ്മുടെ മസിൽ റിലാക്സൻ്റ് ആയ succinylcholine. Then question number 80. All of the following video laryngoscope given below is not based on Macintosh blade design except. Okay. താഴെ പറഞ്ഞിരിക്കുന്ന എല്ലാ വീഡിയോ ലാരിഞ്ചോസ്കോപ്പും മെക്കിൻടോഷ് ബ്ലേഡ് ഡിസൈനായിട്ട് ബേസ്ഡ് ഏതാണ് എക്സെപ്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ദ എക്സെപ്ഷൻ ഈസ് മാഗ്രേറ്റ് ലാരിഞ്ചോസ്കോപ്പ്. ബാക്കി എല്ലാം തന്നെ ഡയറക്റ്റ് ലാരിഞ്ചോസ്കോപ്പ് ആണ്. മാഗ്രേറ്റ് ലാരിഞ്ചോസ്കോപ്പ് ഇസ് ആൻ ഇൻഡയറക്റ്റ് ലാരിഞ്ചോസ്കോപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 81. ഇതും അനസ്തേഷ്യ ക്വസ്റ്റ്യൻ ആണ്. Among the following recommendation of discharge from post-anesthesia care room, identify the incorrect statement ആണ് ചോദിച്ചിരിക്കുന്നത്. A minimum mandatory stays required. False. പേഷ്യൻ്റ് ഒരു സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ വൈറ്റൽസ് എപ്പോൾ സ്റ്റേബിൾ ആവുന്നോ, അക്സെപ്റ്റബിൾ ലിമിറ്റിലാവുന്നോ നമുക്ക് റിക്കവറി റൂമിൽ നടക്കാൻ പറ്റും. സ്കോറിംഗ് സിസ്റ്റം ഓഫ് ഡിസ്ചാർജ് മേ അസിസ്റ്റ് ഇൻ ഡോക്യുമെൻറ്റിംഗ് ഫിറ്റ്നസ് ഫോർ ഡിസ്ചാർജ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. പേഷ്യൻറ്റിൻ്റെ ബവൽ സൗണ്ട്സ് പ്രസൻ്റ് ആയിരിക്കണം. നീഡ് ടു യൂറിനേറ്റ് ബിഫോർ ദ ഡിസ്ചാർജ്. ഓക്കെ. നമ്മൾ ബവൽ സൗണ്ട്സ് ഒക്കെ നോക്കത്തില്ല, അതൊക്കെ അനസ്തേഷ്യയുടെ റിക്കവറി നോക്കാനാണ്. സോ ഓപ്ഷൻ എ ഈസ് ഇൻകറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 82. ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ലോക്കൽ അനസ്തെറ്റിക്. ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. The binding site for local anesthetic is located on domain 4, loop S6 of the voltage gated sodium channel. Just voltage gated sodium channels പഠിക്കാൻ ഞാൻ അനസ്തേഷ്യ നോട്ടിൽ ഹൈലൈറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. Non-myelinated C fibers are relatively resistant to the action of local anesthetic. കറക്റ്റ് ആണ്. ലോക്കൽ അനസ്തേഷ്യയുടെ ഓർഡർ A ഫൈബർ ഗ്രേറ്റർ ദാൻ B ഫൈബർ ഗ്രേറ്റർ ദാൻ C എന്നാണ് അനസ്തേഷ്യ നോട്ടിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അൺചേഞ്ച്ഡ് ലോക്കൽ അനസ്തെറ്റിക് ഡ്രഗ് ഈസ് മെയിൻലി റിമൂവ്ഡ് ബൈ റീനൽ എക്സ്ക്രീഷൻ. ട്രൂ ആണ്. അതിൻ്റെ മെറ്റബോളിസം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. റോപ്പിവാക്കിൻ ഡിഫേഴ്സ് ഇൻ സ്ട്രക്ചർ ഫ്രം ബൂപ്പിവാക്കിൻ. ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ഇൻ പ്ലേസ് ഓഫ് പ്രൊപ്പൈൽ ഗ്രൂപ്പ് ഇൻ ദ പിപ്പറിഡിൻ റിംഗ്. ഇത് തിരിച്ചാണ്. റോപ്പിവാക്കിനിലാണ് പ്രൊപ്പൈൽ റിംഗ്, ബ്യൂപ്പിവാക്കിനിലാണ് ബ്യൂട്ടൈൽ റിംഗ്. ഓക്കെ. ബി എന്ന് ആലോചിക്കുക, അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. സോ ഓപ്ഷൻ ഡി ഈസ് ഇൻകറക്റ്റ്. റോപ്പിവാക്കിനിൽ പ്രൊപ്പൈൽ റിംഗും ബ്യൂപ്പിവാക്കിനിൽ ബ്യൂട്രൈൽ റിംഗുമാണ്. Question number 83. All the following conditions are risk factor for leukemia except. Risk factors അല്ലാത്തത് ഏതാ? Severe combined immunodeficiency is a risk factor. PNH is a risk factor. Neurofibromatosis type 1 is a risk factor. Elimination വഴി നമുക്ക് ആൻസർ എഴുതാം. അല്ലെങ്കിൽ തന്നെ ഇൻഫൻറ്റൈൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ത് ലുക്കീമിയ ഉണ്ടാക്കാനാ, അങ്ങനെയും നമുക്ക് ആൻസർ എഴുതാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 84. നിയോനേറ്റൽ റെസിസ്റ്റേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പീഡിയാട്രിക്സിൽ നന്നായിട്ട് നിയോനേറ്റൽ റെസിസ്റ്റേഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ക്ലാസ് എന്തായാലും കേൾക്കണം, കാരണം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ആഫ്റ്റർ ഇനീഷ്യൽ സ്റ്റെപ്സ് ഓഫ് റെസിസ്റ്റേഷൻ ഓഫ് എ ടേം ന്യൂ ബോൺ,
പ്രൊവൈഡിങ് വാംത്, പൊസിഷനിങ് എയർവേ, ക്ലിയറിംഗ് സെക്രീഷൻ, ഡ്രൈ ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദ ബേബി എന്ന് വെച്ചാൽ ഇനീഷ്യൽ സ്റ്റെപ്പ് ഓഫ് റെസിസ്റ്റേഷനായ വാം പാഡ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബട്ട് ദ ഹാർട്ട് റേറ്റ് ഓഫ് ദ ബേബി ഈസ് 10 per minute ആൻഡ് ദ ബേബി ഈസ് ഗ്യാസ്പിംഗ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സ്റ്റാർട്ട് പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ ആൻഡ് മോണിറ്റർ SpO2. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായാലും പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ വിത്ത് ആംപൂ ബാഗ് സ്റ്റാർട്ട് ചെയ്യുക, ബാഗ് ആൻഡ് മാസ്ക് വെന്റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് മോണിറ്റർ ചെയ്യുക SpO2. ഓക്കെ, ദെൻ ചെസ്റ്റ് കംപ്രഷനൊക്കെ കൊടുക്കുന്ന ഹാർട്ട് റേറ്റ് PPV കൊടുത്ത് ഒരു 1 മിനിറ്റ് കഴിഞ്ഞും വലിയ മാറ്റമൊന്നുമില്ല. നമ്മൾ MR സോപ്പ സ്റ്റെപ്സ് ഓഫ് റെസിസ്റ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഹാർട്ട് റേറ്റ് അസസ് ചെയ്തിട്ട് പിന്നെയും 60ക്ക് താഴെ ആകുമ്പോഴേ നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഞാൻ യൂണിറ്റൽ റെസിസ്റ്റേഷൻ ആ ചാപ്റ്റർ പോയി നോക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 85. All the following regarding pertussis is correct except. ഓക്കെ, പെർച്യൂസസിനെ കുറിച്ച് കമ്മ്യൂണിറ്റി മെഡിസിനിൽ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന എയും ബിയും സിയും കറക്റ്റ് ആണ്. ഡി നോക്കിക്കേ, ടെസ്റ്റ് ഫോർ IG ആൻഡ് IgM പെർച്യൂസസ് ആൻറ്റിബോഡീസ് ആർ റിലയബിൾ മെത്തേഡ് ഫോർ സിറോളജിക്കൽ ഡയഗ്നോസിസ്. ഞാൻ അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പെർച്യൂസസിൽ നമ്മൾക്ക് ആൻറ്റിബോഡീസ് നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. പെർച്യൂസസ് ആണ് ഒരു സെപ്പറേറ്റ് ഡിസീസ് ഇൻ വിച്ച് ആൻറ്റിജൻസ് എലമെന്റ്സ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ഡയഗ്നോസിസ്. എക്സ്പെഷ്യലി നമ്മൾ ആൻറ്റിജൻസ് ബൈ PCR ചെയ്യും. ആൻറ്റിജൻ ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ് ബൈ PCR ആണ് ചെയ്യുന്നത്. അത് ആൻറ്റിജൻസിൽ നിന്നാണ് ചെയ്യുന്നത്. ആൻറ്റിബോഡീസ് കൊണ്ട് ഒരു ഉപകാരമില്ല പെർച്യൂസസിൽ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 86. All the following are true regarding post-operative endocarditis except. Post-operative endocarditis, early endocarditis ഉണ്ട്, late endocarditis ഉണ്ട്. Early endocarditis are mainly caused by Staph aureus and Staph epidermidis. ഇവിടെ Streptococcus viridans ആണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണ്, ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 87. All the following are goals of the program പോഷൻ അഭിയാൻ except. പോഷൻ അഭിയാനിൽ 3 എലമെൻറ്റേ ഉള്ളൂ. ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ നോട്ട്സിൽ തന്നിട്ടുണ്ട്. സ്റ്റണ്ടിങ്, അണ്ടർ വെയ്റ്റ്, ലോ ബർത്ത് വെയ്റ്റ്, ഈ 3 എലമെൻസേ ഉള്ളൂ പോഷൻ അഭിയാനിൽ. ഒരിക്കലും വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് ഇല്ല. സോ പോഷൻ അഭിയാൻ ഞാൻ നോട്ടിൽ തന്നിട്ടുണ്ട്, ഇത് വായിക്കുക. സ്റ്റണ്ടിങ്, അണ്ടർ ന്യൂട്രീഷൻ ആൻഡ് ലോ ബർത്ത് വെയ്റ്റ് ആണ് പോഷൻ അഭിയാനിൽ വരുന്ന കമ്പോണൻസ്. സോ എല്ലാം 2% വെച്ചാണ് പറയുന്നത്. റെഡ്യൂസിങ് സ്റ്റണ്ടിങ് ഇൻ ചിൽഡ്രൻ ഫ്രം 0 to 6 years by 2% per annum. Reducing undernutrition, stunting undernutrition in 0 to 6 years by 2% per annum. Low birth weight at 2% per annum. No, vitamin A deficiency കൊടുക്കുന്നേ ഇല്ല. Okay, coming to question number 88. Site of brain abscess due to autogenic sources. CSOM complication ആണ്. Temporal lobe and cerebellum is mostly affected. Coming to question number 89. Normal thyroid volume is approximately 1 ml at birth and increases with. Thyroid increases with age and body surface area. അതാണ് ആൻസർ. Craniopharyngioma arises from Rathke's pouch. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള CNS ട്യൂമർ craniopharyngioma ആണ്. സോ കമ്മിങ് ടു craniopharyngioma, അതൊരു ബിനൈൻ ട്യൂമർ ആണ്. craniopharyngioma എപ്പിത്തീലിയൽ ട്യൂമർ ആണ്. റാത്കെ പൗച്ചിൻ്റെ ട്യൂമർ ആണ്. ബൈമോഡൽ ഏജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. 5 to 15 ഇയേഴ്സിൽ ഒന്ന്, 50 to 74 ഇയേഴ്സിൽ അടുത്ത ഇത്. It can be divided into 2 types, adamantinomatous and papillary. അതിൽ അഡമാൻറ്റിനോമാറ്റസ് ക്രേനിയോഫെറിഞ്ചിയോമയിൽ കാൽസിഫിക്കേഷൻ ഉണ്ട്, പാപ്പിലറിയിൽ കാൽസിഫിക്കേഷൻ ഇല്ല. ക്ലിനിക്കൽ ഫീച്ചർ മെയിനായിട്ടും ന്യൂറോ വിഷ്വൽ ഡിഫക്ട്സ് ഉണ്ടാക്കും. സോ വിഷ്വൽ ഡിഫക്റ്റിൽ ബൈടെമ്പറൽ ഹെമി അനോപ്പിയ. സോ ഇറ്റ് കോസസ് ബൈടെമ്പറൽ ഹെമി അനോപ്പിയ. ഓക്കെ, then coming endocrine dysfunctions ഉണ്ടാക്കും, such as growth hormone deficiency and panhypopituitarism. So the patient can present with stunting and diabetes insipidus. അതുപോലെ ക്രേനിയോഫെറിഞ്ചിയോമ ട്യൂമർ ആയതുകൊണ്ട് ഇൻട്രാക്രൈനൽ പ്രഷർ കൂട്ടും. MRI is the investigation of choice and the treatment is surgery, complete excision, radiotherapy, hormone replacement therapy if there is any deficiency of hormone. ഇതാണ് ക്രേനിയോഫെറിഞ്ചിയോമ. ഇമ്പോർട്ടൻ്റ് ആണ്, അനോട്ട് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ മെഡിസിൻ നോട്ട്സിൽ CNS ട്യൂമേഴ്സിൽ കൊടുത്തിട്ടുണ്ട്, പീഡിയാട്രിക്സ് നോട്ടിലും കൊടുത്തിട്ടുണ്ട്. Coming to anti-phospholipid antibody include all except. Anti-phospholipid antibody യിൽ anti-cardiolipin antibody ഉണ്ട്, anti-beta-2 glycoprotein antibody ഉണ്ട്, lupus anticoagulant ഉണ്ട്. So it is anti-nuclear antibody ആണ് ഇല്ലാത്തത്. ഇത് SLA ആയിട്ട് associated ആയിരിക്കും. The lady will present with recurrent pregnancy losses. Okay, ഇത് രണ്ടുമാണ് APLAയുടെ
features. Coming to question number 92. In a newborn, preductal SpO2 of 85 to 95% after the birth is obtained at 10 minutes. Factual question. Preductal SpO2 of 85 to 95% after the birth is obtained at 10 minutes. Then question number 93. All are clinical features of antepartum hemorrhage due to placenta previa except sudden painless bleeding, correct. Bright red in color, correct. Uterus correspond to gestation, correct. Uterus is tense and tender on palpation is seen in abruptio placenta antepartum hemorrhage. Okay. Then coming to 94, overlapping of fetal skull bones seen in intrauterine fetal demise is known as Spalding sign. Okay, slip അല്ലെങ്കിൽ overlapping of skull bone is known as Spalding sign. Question number 95. Advantage of vasectomy are all except is done under local anesthesia, correct. Permanent method of sterilization, correct. Cheaper than tubectomy, correct. Sterility is immediate, false. The male has to use contraceptive for 3 months or at least for 30 ejaculation. Question number 96. Differential diagnosis of mass per vaginum are all except. Okay. Inversion of uterus ഇല്ല. സിസ്റ്റോസിൽ കറക്റ്റ് ആണ്. മാസ് പെർ വജൈനത്തിൽ സാർക്കോമ ഓഫ് ദ യൂട്രസ് ഒരിക്കലും മാസ് പെർ വജൈനമായിട്ട് പ്രസൻറ്റ് ചെയ്യത്തില്ല. ഫൈബ്രോയിഡ് പോളിപ്പ് കറക്റ്റ് ആണ്. ദെൻ മാസ് പെർ വജൈനം, ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഓഫ് മാസ് പെർ വജൈനം ആർ ഓൾ എക്സെപ്റ്റ് ചോദിച്ചേക്കുന്നത്. സിസ്റ്റോസിൽ എന്തായാലും ഉണ്ട്, സാർക്കോമ യൂട്രസ് എന്തായാലും ഇല്ല, ഫിക്സഡ് ആയിരിക്കുമല്ലോ യൂട്രസിൽ. അപ്പോൾ അത് വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. Question number 97. Which of the following is not a characteristic feature of serotonin syndrome? Serotonin syndrome എന്ന് പറഞ്ഞാൽ overuse of drug കൊണ്ടുവരുന്നതാണ്. ആൻഡ് they will present with a triad of altered mental status, autonomic hyperactivity such as tachycardia, hyperthermia, hypertension and mydriasis, and neuromuscular abnormalities such as tremor and clonus. So not a characteristic feature. ഡ്രൈ സ്കിൻ ഇല്ല, സ്വെറ്റിംഗ് ആണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്, ഡ്രൈ സ്കിൻ ആയിരിക്കില്ല. And coming to question number 98. Environmental risk factor for schizophrenia are all except. Okay. Cannabis use can increase schizophrenia. Obstetric complication can also increase schizophrenia. Migration can also induce schizophrenia. Sexual abuse is the sexual abuse can cause post-trauma stress disorder. Main item, flashbacks okay item. Okay. Then hallucination is a disorder of perception. Then coming to 100th question, which is the correct instruction to be given for taking a serum lithium test? Serum lithium test should be taken 12 hours of the after 12 hour of the last dose. Okay, ഇതാണ് കറക്റ്റ്. ഇതിലൊന്നും 12 അവർ കൊടുത്തിട്ടില്ല. സോ നൺ ഓഫ് ദ എബവ് ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും ക്ലാസ്സസും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുത്തേക്കാം. ആ ലിങ്കിൽ കയറി 899 പേ ചെയ്താൽ നിങ്ങൾക്ക് ഓഡിയോ ക്ലാസ്സസിൻ്റെ അസസ്സും പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനും ഡെയിലി ക്വിസും ഒരു മോക്ക് ടെസ്റ്റും കിട്ടുന്നതായിരിക്കും. സോ ഇൻട്രസ്റ്റ് ഉള്ളവർ ജോയിൻ ചെയ്യുക. സോ താങ്ക് യു.